ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന എൻ്റെ ജന്മം ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിലാണ്. പക്ഷേ തുടർന്ന് അങ്ങോട്ട് 6 മാസത്തിന് ശേഷം ഞാൻ മലപ്പുറം ജില്ലയിലാണ് എൻ്റെ കർമ്മ മേഖല. ലോകത്തിലെവിടെയെങ്കിലും ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന നിമിഷം എന്താണെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിൽ പ്രവൃത്തിയെടുക്കാൻ പറ്റിയതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ പറയുന്നത്. ഒരുപക്ഷെ 26 വർഷത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എക്സ്പീരിയൻസും എക്സ്പെരിമെന്റും മമ്പാട് എന്ന് പറയുന്ന ദേശത്ത് നിന്നും മമ്പാട് ഹൈസ്കൂളിലും മമ്പാട് MES കോളേജിലും തുടർന്ന് ഗവൺമെന്റ് IT അരീക്കോടിലും തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിലും പഠനമെല്ലാം കഴിഞ്ഞ് പോലീസിന്റെ ഭാഗമായി 26 വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് വരെ പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 7 വർഷവും 2 മാസം കൂടെ സർവീസ് നീണ്ടു നിൽക്കെ സ്വമേധയാ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രാജി എഴുതി കൊടുത്തുകൊണ്ട് സ്വതന്ത്ര പദവിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകുന്നു. പോലീസിന്റെ ഡ്യൂട്ടി ഭാരം കൊണ്ടൊന്നുമല്ല ഇറങ്ങിപ്പോകുന്നത്. പോലീസിൽ നിന്നുകൊണ്ടാണ് ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്നത്. ഞാൻ പോലീസിന്റെ അവോളം അതിന്റെ പ്രിവിലേജുകൾ കിട്ടിക്കൊണ്ട് തന്നെയാണ് സമൂഹ ഇടങ്ങളിലേക്ക് ഞാൻ എൻ്റെ പ്രവർത്തന മേഖലകളൊക്കെ വ്യാപിപ്പിച്ചത്. ഇന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഞാൻ സ്വമേധയാ VRS എടുത്തുകൊണ്ട് പുറത്തേക്കോ ഒരുപാട് യാത്ര ചെയ്യണമെന്നും ഒരുപാട് ഇടങ്ങളിലേക്ക് സഞ്ചരിക്കണമെന്നും വല്ലാത്ത ആഗ്രഹമാണ്. ഈ വരുന്ന ഏപ്രിൽ 7-ാം തീയതി ഞാൻ US ലോസ് ഏഞ്ചലസിലേക്ക് ഞാൻ യാത്രയാവുകയാണ്. 1 മാസത്തെ പ്രോഗ്രാം. കാനഡയിലും വിസയുണ്ട് 10 വർഷത്തെ, US 10 വർഷം വിസ കിട്ടി. ഈ വരുന്ന 26-ാം തീയതി സൗദിയിലെ ദമാമില് KMCC പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്നു. ഏറെ സന്തോഷത്തിലാണ്. ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാം. റിയാദ് എക്സിറ്റ് 18 പ്രോഗ്രാമുണ്ട്. ദമാമിലും എനിക്ക് പ്രോഗ്രാമുണ്ട്. 31-നും ഫെബ്രുവരി 2 and 4. ഞാൻ പറഞ്ഞ എന്നെ മഹത്വവൽക്കരിച്ചതല്ല. പോലീസിലാകും കുറച്ച് ജോഗ്രഫിക് ലൊക്കേഷനൊക്കെ ഉണ്ട്, കുറച്ച് നിബന്ധനകളുണ്ട്. SPCയും NSSഉം NCC ഒക്കെ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നിടത്ത് നിന്ന് പല ഇടങ്ങളിലും കോളനികളിലും അതുപോലെ ദൂരയാത്രകളൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹവും പലരും കാത്തിരിക്കുന്ന ഒരു കാരണം കൊണ്ടാണ് പോലീസിൽ നിന്ന് സ്വമേധ ഇറങ്ങി വന്നത്. തീർച്ചയായിട്ടും ഏറെ സന്തോഷമാണ്. പിന്നിട്ട വഴികളും ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ സന്തോഷം കിട്ടുന്നു. ഏറ്റവും സുഹൃതം. ഇവിടെ ഇരിക്കുന്ന എൻ്റെ മക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വല്ലാത്തൊരു കാലത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ലോകം ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്ന് ആർക്കും വലിയ വിശ്വാസമൊന്നുമില്ല. ഇന്ന് ജീവിതത്തിൽ ആർക്കും ഇന്ന് കമ്മിറ്റ്മെന്റ് ഒക്കെ കുറഞ്ഞു പോയിരിക്കുന്നു. ഇന്ന് ഈ കാരുണ്യവും സഹാനുഭൂതിയും സഹൃദയത്വത്തെ മനുഷ്യന്റെ ഇടയിലൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനെ പർവ്വതീകരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷേ എല്ലാവരും ഒരുപക്ഷെ ഈ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നതൊക്കെ ഇന്ന് കുറഞ്ഞു വരികയാണ്. നമ്മളെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമുക്കറിയാം. കാരണം അതെല്ലാം ജനറേഷന്റെ വലിയൊരു പ്രവർത്തനവും ഈ സൈബർ യുഗത്തിന്റെ കാലഘട്ടവും ഒക്കെ കൂടിയാണ്. ആകപ്പാടെ നമ്മളെല്ലാം കുഴച്ച് മറിച്ച് അങ്ങോട്ട് മുൻപോട്ട് പോവുകയാണ്. ഈ ഓഡിറ്റോറിയം മിശ്രിതമായ ഒരു ജനറേഷനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 1969 ശേഷം ഏകദേശം 96 വരെ കാലഘട്ടങ്ങളെയൊക്കെ ഒരു മിലേനിയൻ ജനറേഷൻ എന്ന് വിശേഷിക്കപ്പെടുന്നുണ്ട്. ഈ പുതിയ ശാസ്ത്രലോകം വിശേഷിക്കപ്പെടുന്നത് മിലേനിയൻ ഒരു ജനറേഷൻ. ആ ജനറേഷന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പക്വത, കുറച്ചും കൂടെ ദൈവവിശ്വാസം, കുറച്ചും കൂടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ജനറേഷൻ ആയിരുന്നു ആ ജനറേഷൻ. അപ്പൊ നമ്മള് ഒരു 74 ഇങ്ങോട്ടുള്ള ഒരു ജനറേഷൻ ഉണ്ട്. 96 വരെയുള്ളൊരു ജനറേഷൻ നമുക്ക് ഒരു മിലേനിയൻ മിക്സ്ഡ് ജനറേഷൻ എന്ന് പറയാം. ഈ ജനറേഷന് ഞാൻ പറഞ്ഞ വല്ലാത്ത പക്വതയുള്ള ജനറേഷനാണ്. പക്ഷെ ആ ജനറേഷൻ കാലഘട്ടത്തിലൊക്കെ നമ്മളെ ഈ നാട്ടില് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ ആധിത്യം വളരെ കുറവായിരുന്നു. കാരണം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. തിരുവനന്തപുരം എഡിഷൻ മലയാള മനോരമ ദിനപത്രം അച്ചടിച്ചിരുന്ന ഒരു വാർത്ത 74 ഒരു വാർത്ത ഇങ്ങനെയാണ്: തലസ്ഥാന നഗരം വൻ ലഹരി വേട്ടക്കാരുടെ കയ്യിൽ എന്ന് പറഞ്ഞ ഹെഡിങ് ആണ്. തലസ്ഥാന നഗരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് വൻ കഞ്ചാവ് വേട്ട നടത്തി പോലീസ്. എത്ര ഗ്രാമാണെന്നറിയാമോ? 1974 പിടിച്ചത് 60 ഗ്രാമാണ്. 60 ഗ്രാം കഞ്ചാവാണ് 74 ഏറ്റവും വലിയ ഒരു ഹയർ ഡിറ്റക്ഷൻ നടത്തി പോലീസ്. അത് പ്രധാന പേജിൽ വലിയ വാർത്തയാണ് തലക്കെട്ടിൽ. അപ്പം ആ ജനറേഷന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്ന ഒരു മിലേനിയൻ ജനറേഷൻ കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് കുറെ ഇങ്ങോട്ട് വന്ന ഒരു 96 to 2010 ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് Z ജനറേഷന്റെ കാലഘട്ടമാണ്. ആൻഡ്രോയിഡ് ഫോണുകൾ വരവ്, ആപ്പിൾ ഫോണുകളുടെ ആവിർഭാവം, അതേപോലെ
കുറച്ചൊക്കെ മാതാപിതാക്കളുമായിട്ട് കുറച്ച് ജനറേഷൻ കുറച്ച് ക്യാപ്പ് വന്ന് സ്വമേധയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വന്ന് ഒരു മിക്സഡ് ഒരു കല്യാണങ്ങളൊക്കെ നടക്കുന്ന മാതാപിതാക്കളൊക്കെ സങ്കടപ്പെടുത്തുന്ന ഒരു ജനറേഷൻ്റെ കാലഘട്ടം വന്നു. അതെല്ലാം ഒരു ഫാഷനായി ട്രെൻഡായി ഒരു വസ്ത്രധാരണത്തിലൊക്കെ ടോട്ടലി ചേഞ്ച് വന്ന ഒരു ജനറേഷനാണ്. ഈ ജനറേഷൻ്റെ കാലത്തൊരു വാർത്തയുണ്ട്. അത് തൃശ്ശൂർ നഗരമാണ്. അവിടെ തൃശ്ശൂർ സിറ്റി പോലീസ് പിടികൂടിയിരിക്കുന്ന കഞ്ചാവിൻ്റെ ഒരു ക്വാണ്ടിറ്റി ആ സമയത്ത് പറഞ്ഞിരിക്കുന്നത് 1.25 കിലോ കഞ്ചാവാണ്. ഏറ്റവും വലിയ ഹയർ ക്വാണ്ടിറ്റി പിടിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങോട്ട് വന്നിട്ട് 2010 to 2025 2010നും 2025നും ഇടയ്ക്ക് ജനിച്ചൊരു ജനറേഷനാണ്. ആ ജനറേഷനാണ് ആൽഫ ജനറേഷൻ. ഈ ജനറേഷന് എൻ്റെ കാലഘട്ടം കുറച്ചുകൂടി വിചിത്രമാണ്. അവരുടെ പഠനരീതി, ഭാഷാരീതി, ചിന്തനോത്മകമായ രീതി, അവരുടെ ആധ്യാത്മികമായ രീതികൾ, അവരുടെ ഭാഷാരീതികൾ, അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എല്ലാം ടോട്ടലി ചേഞ്ചാണ് അവരുടെ. കാരണം അവര് പെട്ടെന്ന് ഡിസിഷൻ എടുക്കും. പെട്ടെന്ന് അവർ ഇമോഷണലി ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ. പലപ്പോഴും അത് ഫെയിലിയർ ആയി പോകാറുണ്ട്. പലപ്പോഴും അവർക്ക് മുൻപും പിൻപും ഒന്നും ചിന്തിക്കാനൊന്നുമില്ല. പക്ഷെ അവർ കുറച്ച് ക്വാളിറ്റീസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആൺ പെൺ സൗഹൃദങ്ങളെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്നൊരു ജനറേഷനാണ്. പക്ഷെ പലപ്പോഴും ഈ ജനറേഷനാണ് ഏറ്റവും കൂടുതൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന് അഡിക്റ്റഡ് ആകുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളും മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആകുന്ന ഒരു ജനറേഷനാണ് ഈ ജനറേഷൻ. ഈ ജനറേഷൻ്റെ കാലഘട്ടത്തിൽ ലഹരി അത്രയ്ക്കും ഒരു പ്രാധാന്യം കൽപ്പിക്കണില്ല. പക്ഷേ ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു ജനറേഷൻ. അതിൻ്റെ ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു 74 തിരുവനന്തപുരത്ത് പിടിച്ചിരിക്കുന്നതിൻ്റെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ ക്വാണ്ടിറ്റി 60 ഗ്രാം ആണെങ്കിൽ 1910 പിടികൂടിയ ക്വാണ്ടിറ്റി ഇവിടെ പിടികൂടിയിരിക്കുന്നത് തൃശ്ശൂർ പിടികൂടിയിരിക്കുന്നത് 1.25 കിലോയാണ്. അതിൻ്റെ ഇടയിൽ കുറേ ഇങ്ങോട്ട് വന്നിട്ട് 2024 ഒക്ടോബർ 31 പെരിന്തൽമണ്ണ, ഞാൻ ചെയ്യുന്ന പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റ് മാനത്തമംഗലം ബൈപ്പാസിൽ വെച്ച് പോലീസ് പിടികൂടിയത് 196 കിലോ ക്വാണ്ടിറ്റിയാണ് കഞ്ചാവ്. 196 കിലോഗ്രാം ഒരു കാറിൽ നിന്ന് പിടികൂടി. ആ വാർത്ത പിറ്റേന്ന് പത്രത്തിൽ വന്നില്ല കേട്ടോ. 74 പത്രത്തിന്റെ പ്രധാന പേജിൽ വാർത്ത വന്നു, തലസ്ഥാന നഗരം ലഹരി വേട്ടക്കാരുടെ കയ്യിൽ. 2010 വാർത്ത വന്നു പ്രധാന പേജിൽ, മാതൃഭൂമി പത്രത്തിന്റെ പ്രധാന പേജും എല്ലാ പത്രമാധ്യമങ്ങളും വലിയ അക്ഷരത്തിൽ അച്ചടിച്ചു വന്നത്. തൃശ്ശൂർ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. 1.25 കിലോ. 2024 196 കിലോ കഞ്ചാവ് പിടിച്ചപ്പോ വാർത്തയല്ല. ആദ്യ ദിവസം വന്നില്ല. ആദ്യ ദിവസം ഒക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഏത് നടൻ കൊടുക്കും, ഏത് നടി കൊടുക്കും, അതായിരുന്നു വാർത്ത. പക്ഷേ രണ്ടാമത്തെ ദിവസം പത്രത്തിൽ വന്നു, അത് 3-ാമത്തെ പേജിലാണ് വന്നത്. പെരിന്തൽമണ്ണ പോലീസ് വൻ കഞ്ചാവ് വേട്ട നടത്തി. ചെറിയൊരു വാർത്ത, പ്രാധാന്യമില്ല. കാരണം എന്താ, ഇത് ആൽഫ ജനറേഷന്റെ കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പെരിന്തൽമണ്ണയിൽ മാത്രമുള്ള അവിടുത്തെ യങ്സ്റ്റേഴ്സ്, അവിടുത്തെ കൗമാരക്കാർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയാ പറഞ്ഞേ. ഇതൊന്ന് നിങ്ങൾ നിൽക്കുന്ന ഒരു സർക്കിളിൽ ഒരു 1 കിലോമീറ്ററിനുള്ളിൽ ഇന്ന് ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് യഥേഷ്ടം കിട്ടുന്നുണ്ട്. അതിനിടയിലാണ് നിങ്ങളുടെ ജീവിതങ്ങളും നിങ്ങളുടെയൊക്കെ മുമ്പോട്ടുള്ള പ്രയാണങ്ങളൊക്കെ ഇതിനിടയിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അവിടെ നമ്മുടെ മക്കളുണ്ടാവും, കുടുംബങ്ങളുണ്ടാവും, ഉറ്റവർ, ബന്ധുക്കൾ എല്ലാവരും ഉണ്ടാവും. ഇവരൊക്കെ ഇതിനിടയിലൂടെയാണ് നടന്നു പോകുന്നത്. എത്ര പേരെ സംരക്ഷിക്കാൻ പറ്റും? എത്ര പേരെ സംരക്ഷിക്കാൻ പറ്റും? ഇത് ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. ഇവിടെയൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളെല്ലാം ഒരു കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മളെല്ലാം ആയിരിക്കുന്ന അവസ്ഥകളുണ്ട് അല്ലേ? ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടോട്ടലി ചേഞ്ച് ആണ്. ഒരുപക്ഷെ ഈ വേദി പങ്കിടുന്ന ഞങ്ങളൊക്കെ വീട്ടിനകത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വീടിന് പുറത്തൊക്കെ കാര്യം സാധിച്ച തലമുറകളാണ് പണ്ട് കാലങ്ങൾ. ആ കാലം ഇവിടെ വരണമെന്നല്ല പറയണത്. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിൽ പുറത്തു പോയി കാര്യം സാധിച്ച തലമുറയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത് വീട്ടിന് പുറമേന്ന് അവർ ഭക്ഷണം കഴിക്കുന്നത്. അവരെല്ലാം നിരത്തുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും ഒക്കെ ഭക്ഷണം കഴിച്ച് വീട്ടിനകത്തുനിന്ന് കാര്യം സാധിക്കുന്ന തലമുറയായി മാറിയിട്ടുണ്ട്. മാറ്റം അനിവാര്യമാണ്, അതിനൊന്നും കുറ്റപ്പെടുത്തി പറയല്ല. പക്ഷേ ഈ ജനറേഷൻ എന്ന് പറയുന്നത് അവരുടെ എല്ലാ രീതികൾക്കും ഒരു മാറ്റം വന്നു. ആ മാറ്റം വരാൻ കാരണം അവരുടെ കയ്യിരിക്കുന്ന ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസിന്റെ ഒക്കെ കടന്നുവരവാണ്. ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് 74 വയസ്സ് പ്രായമുണ്ട്. ഈ മൊബൈൽ എൻ്റെ അമ്മയുടെ കൊടുത്തിട്ട് ഇത് പ്രോപ്പർ അല്ലാതെ എൻ്റെ അമ്മയുടെ കയ്യിൽ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മ അത് കോൾ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ അമ്മ അതേപോലെ വാങ്ങിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചെവി വെക്കും അല്ലേ? ഒരു 2 വയസ്സ് പഠിക്കുന്ന ഒരുത്തൻ 2ാം ക്ലാസ്സിലുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്ത് ഇങ്ങനെ മൊബൈൽ കൊടുത്ത് അവൻ ആദ്യം നോക്കിയിട്ട് തിരിച്ചിങ്ങനെ പിടിക്കും. എന്നിട്ട് വേണമെങ്കിൽ സ്പീക്കർ ഫോൺ കൊടുക്കും, എന്നിട്ട് ഹലോ എന്ന് പറയും. അവനാരും പഠിപ്പിക്കൊന്നും വേണ്ട. കാര്യം എന്താ, ഈ ജനറേഷനാണ്. അവൻ അതിന്റെ എല്ലാ
അതിന്റെ എല്ലാ ഇടങ്ങളിലേക്കും അവന്റെ മനസ്സും ശരീരവും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ കാലഘട്ടം എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ കുറച്ച് ശ്രമകരമാണ്. പ്രത്യേകിച്ച് ചൈനയിൽ ചോങ്ജിങ് സിറ്റി എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ചോങ്ജിങ് സിറ്റി വിചിത്രമായ മത്സരം നടക്കുന്ന ഒരു സിറ്റിയാണ് ചോങ്ജിങ് സിറ്റി. ആ സിറ്റി 2024 ഒരു മത്സരം സംഘടിപ്പിച്ചു. 1000 പേര്, അതിൽ നിന്ന് ഫൈനലായിട്ട് 100 പേരെ തിരഞ്ഞെടുത്തു. ആ 100 പേരിൽ നിന്ന് 10 പേരെ ഫൈനലായിട്ട് ഇന്റർവ്യൂ എടുത്തു. ഒരു ഓഡിറ്റോറിയത്തിനകത്ത് ഉറങ്ങാൻ പറ്റില്ല. ആ 10 പേർക്കും അവരോടും പറഞ്ഞു, നിങ്ങൾ യാതൊരു തരത്തിൽ ഇലക്ട്രോണിക് ഡിവൈസോ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. 8 മണിക്കൂർ സമയമാണ് നിങ്ങളുടെ ദൈർഘ്യം. ആ സമയങ്ങൾ നിങ്ങളുടെ മനോനിലകളോ നിങ്ങളുടെ ചിന്തകളോ നിങ്ങളുടെ ബോഡി ലാംഗ്വേജോ നിങ്ങളെ സർക്കാർ ഒന്നും ഈ ഫോണുമായി റിലേറ്റഡ് ആയിട്ട് ഒന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ എക്സ്പെർട്ട് പാനൽ, ഈ സൈക്കാട്രിക് ഇന്റർവെൻഷൻ പാനൽ നിങ്ങളെ പുറത്താക്കും. ഏറ്റവും പ്രസരിപ്പോടുകൂടി മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ചിന്തയില്ലാത്ത ആളെ, ഏറ്റവും കൂടുതൽ ദൈർഘ്യം എത്തുന്ന ഒരാളുടെ ശാരീരിക ചലനങ്ങളുടെ ബോഡി ലാംഗ്വേജ് മറ്റെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് 1ാം സമ്മാനക്കാരെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. അതിൽ 1ാം സമ്മാനം കിട്ടിയ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 100ൽ 89, 89 ആണ്. 10 ലക്ഷം രൂപയായിരുന്നു സമ്മാനം. ബാക്കി എല്ലാവരും 1 മണിക്കൂർ കൊണ്ടും 3 മണിക്കൂർ കൊണ്ടും 5 മണിക്കൂർ കൊണ്ടൊക്കെ പിന്തള്ളപ്പെട്ടു പോയി. നോക്കണം, 1000 പേരിൽ നിന്ന് 100, 100 പേരിൽ നിന്ന് 10 പേരെ നടത്തിയ ഒരു മനഃശാസ്ത്ര വിശകലനത്തിൽ അത് തിരഞ്ഞെടുക്കപ്പെട്ട 1ാം സമ്മാനക്കാരി 8 മണിക്കൂർ ദൈർഘ്യം മാക്സിമം പറഞ്ഞ 6 മണിക്കൂർ എത്തിയുള്ളൂ. ഓരോ വർഷവും നമ്മൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒരു വേർഡ് ഇറക്കുന്നത്, വേർഡ് ഓഫ് ദ ഇയർ. 2024 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വേർഡ് എന്താണെന്നറിയാം? ബ്രെയിൻ റോട്ടാണ്. ബ്രെയിൻ റോട്ട് ശരിക്കും പിന്നെ മലയാള അർത്ഥം എന്താണ്? തലച്ചോറിന്റെ ചീയൽ എന്നാണ്. തലച്ചോറിന്റെ ചീയൽ. നിലവാരമില്ലാത്ത ഓൺലൈൻ മാർക്കറ്റിംഗ്, നിലവാരമില്ലാത്ത ട്രേഡിംഗ്, നിലവാരമില്ലാത്ത ചില അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ, മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടുള്ള ചാറ്റിംഗ്, അസമയത്ത് അശ്ലീല വീഡിയോ ചിത്രങ്ങൾ, ധാർമ്മിക മൂല്യബോധങ്ങളില്ലാത്ത ചില ബന്ധങ്ങൾ മൊബൈൽ ഫോൺ വഴിയായിട്ട് എടുക്കുന്നതിന് എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2024 ഇട്ടിരിക്കുന്ന ഒരു കുഞ്ഞു വേടാണ് ബ്രെയിൻ റോട്ട്. തലച്ചോറിനൊക്കെ ചീയൽ വന്നിരിക്കുന്നു അല്ലെ? തലച്ചോറിനൊക്കെ ചീച്ചിൽ വന്നിരിക്കുന്നു. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. നമ്മളൊക്കെ രാവിലെ ഉണ്ടെന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് 100% ചാർജ് ആയെന്നാണ് നോക്കുന്നത് അല്ലെ? എന്നാലും ആ പ്ലഗ് നമുക്ക് അൺപ്ലഗ് ചെയ്യാൻ പറ്റുമോ? ഇതില്ലാതൊരു മനുഷ്യൻ മുൻപോട്ട് പോകാൻ പറ്റൂല. അത്രമേൽ മനുഷ്യനുമായിട്ട് ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു കട്ടിലേക്ക് കിടക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നിന്നുപോയി. ഭാര്യ മൊത്തം റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഭർത്താവ് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 2 പേരെ ചെവിക്കകത്തും ബഡ്സ് വെച്ചിട്ടുണ്ട്. ദൈനംദിന ജീവിതം, മക്കളുടെ കാര്യമോ അന്നത്തെ പ്രഭാതത്തിൽ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ല. എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടിയാൽ വിരലുകളെല്ലാം സ്ക്രീനിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുക, കണ്ണുകളെല്ലാം ഈ സ്ക്രീനിനകത്ത, ശിരസൊക്കെ കുഞ്ഞു കവലകളിലും ആൾക്കൂട്ടങ്ങളിലും റെസ്റ്റോറന്റുകളിലും ഇങ്ങനെ ഈ ഓഡിറ്റോറിയങ്ങളിൽ മുഴുവനും ആളുകളുടെ ശിരസും വിരലുകളും എല്ലാം ഈ ഇലക്ട്രോണിക് ഡിവൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ജീവിക്കുകയാണ്. കുഞ്ഞു കട്ടില്ല കിടക്കുന്നത്, ഭാര്യ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു, ഭർത്താവ് തോണ്ടുന്നു, ചിരിച്ച് റീൽസ് കണ്ട് ചിരിക്കുന്നുണ്ട്, ഭാര്യ ഭർത്താവും ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഭർത്താവ് നിലത്തോട്ട് പോകാറായി. ഇപ്പൊ പറഞ്ഞു, എടി നീങ്ങി കിടക്കടി. ഭാര്യ കേൾക്കണില്ല. എടി ഇപ്പൊ ഞാൻ നിലത്ത് വീണു, നീങ്ങി കിടക്കടിയെന്ന്. ഭാര്യ കേൾക്കണ്ടേ? ഭാര്യയും ചിരിയാണ്, ഭർത്താവും ചിരിക്കുന്നുണ്ട്. മടുത്തപ്പോ ഈ മനുഷ്യൻ എന്ത് ചെയ്തു പറയാം, കുറെ തള്ളി നോക്കി, അവള് നീങ്ങുന്നില്ല. മടുത്തപ്പോ മനുഷ്യൻ മുട്ട ഒന്ന് നീങ്ങി കിടക്കടിയെന്ന്. അപ്പൊ തിരിച്ച് ഭാര്യ ഇങ്ങോട്ടൊരു മെസ്സേജ്, അയ്യോ സോറിയുടെ കൂട്ടാ, ഇങ്ങോട്ടൊരു മെസ്സേജ്. ആ മെസ്സേജ് അയച്ചിട്ട് ഭാര്യ ഒന്ന് ഇങ്ങനെ നീങ്ങിക്കിടന്നു. ഇങ്ങനെ അപ്പം ഒരു കട്ടിലിൽ പോലും മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പകുത്തു കൊടുക്കേണ്ട ഒരു ആധുനിക നവമാധ്യമ കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇതാ സത്യം. അപ്പൊ ലോകം മൊത്തം മാറിപ്പോയിട്ടുണ്ട്. കറിയൽ പിതാവ് പങ്കെടുത്തൊരു ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു. പിതാവ് ചോദിച്ചു, കുട്ടികളോട് ചോദിച്ചു. അതിനകത്ത് 10ാം ക്ലാസ് താഴെയുള്ള കുഞ്ഞുങ്ങൾ പങ്കെടുത്ത മനോഹരമായ വേദിയാണ്. ആ വേദിയോട് കുഞ്ഞുങ്ങൾ ചോദിച്ചു, കുഞ്ഞുങ്ങളോട് പിതാവ് ചോദിക്കുന്നുണ്ട്, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പിതാവ് ചോദിച്ചു, കറിയൽ പിതാവ് ചോദിച്ചു, മക്കളെ നിങ്ങളെ സ്വാധീനിച്ച 3 സിനിമകളൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരുത്തൻ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു, ആവേശം എന്ന് പറഞ്ഞു. ഒരുത്തൻ പറയുന്നു പറഞ്ഞു, മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു പ്രേംലു പറഞ്ഞു. അപ്പൊ പിതാവ് പറഞ്ഞു, മഞ്ഞുമ്മൽ ബോയ്സ്, ആവേശം, പ്രേംലു, എല്ലാം നല്ല വിജയം വാരിയ സിനിമകളല്ലേ എന്ന് പറഞ്ഞു. ഭയങ്കര കയ്യടിയായിരുന്നു. ഒരുത്തൻ പിന്നെയും പറഞ്ഞു, ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞു. ദുൽഖറിന്റെ സിനിമ അത്, ലക്കി ഭാസ്കർ. ആ ശരി, ലക്കി ഭാസ്കർ, ഓക്കെ, 4ാമത്തെ സിനിമ വന്നു. പിതാവ് പറയുന്നുണ്ട്, ഈ സിനിമകൾ എവിടെയാണ് മക്കളെ ആത്മാവ്? ഞാൻ കുട്ടികളെ സമ്പാദിക്കാൻ വേണ്ടി സിനിമകൾ കണ്ട് ഒരു വിശകലനം നടത്താറുണ്ട്. ഈ സിനിമകൾ എവിടെയാണ് ആത്മാവ്? എല്ലാ കലകളും കൂടി ഒന്നാകുന്ന മഹത്തരമായ ഒരു കല എന്ന് വിശേഷിക്കപ്പെടുന്ന സിനിമാ മാധ്യമം ഇന്ന് തലമുറകളെ മുഴുവനും ഇന്ന് ഇല്ലാതാക്കി കളയുന്നുണ്ട്. ആ സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ അടിയും ഇടിയും കൂടിയാണ്.
ഞാൻ ഫിലിം ഇൻഡസ്ട്രിയെ കുറ്റം പറയല്ല. സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ അടിയും ഇടിയും കുടിയുമാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിനെ, ഹീറോയിസത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുകയാണ്. അതെല്ലാം സമൂഹത്തെ മുൻപോട്ട് നയിക്കപ്പെടുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അതെല്ലാം സമൂഹത്തിന്റെ നശീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ പാത്രമാകുന്നുണ്ടെന്ന് സാന്ദർഭ്യം സൂചിപ്പിക്കുകയാണ്. ഞാൻ സിനിമാ മാധ്യമത്തെ കുറ്റപ്പെടുത്തി പറയല്ല, പക്ഷെ അതെവിടെയാണ് സമൂഹത്തെ നയിക്കപ്പെടുന്നത്? പലതും ഇന്നിങ്ങനെയാണ്. ഇതിൽ നിന്ന് ഉൾക്കൊണ്ട ആർജവും പലതും പല കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പ്രേരണ നൽകിയത് ചില വസ്ത്രധാരണങ്ങൾക്ക്, ചില ഫാഷനുകൾക്ക്, ചില ചിന്തകൾക്ക് എല്ലാം ഒരുപക്ഷെ സിനിമ എന്ന് പറയുന്ന മാധ്യമം സമൂഹത്തെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. സത്യമാണ്, സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് വ്യക്തിപരമായും ഒരു വ്യക്തിയോടൊക്കെ നമുക്ക് ധാർമ്മിക മൂല്യബോധമൊക്കെ സൂക്ഷിക്കണമെന്ന് നമ്മുടെ എത്തിക്സ് ഒക്കെ പറയുന്നുണ്ട്. പലപ്പോഴൊക്കെ നമ്മളെ കൈമോശം വന്നു പോയിട്ടുണ്ട്. ഇന്ന് ബഹുമാനമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. വിശ്വാസം തീരെയില്ലെന്ന് സമൂഹത്തിന്. പക്ഷെ ആർക്കൊക്കെയോ വേണ്ടി ആർക്കൊക്കെ എന്തിനൊക്കെ ജീവിക്കുകയാണ്. നമുക്ക് നമ്മുടെ വീട്, നമ്മുടെ പറമ്പ്, നമ്മുടെ വണ്ടി, നമ്മുടെ മക്കൾ. എൻ്റെ മോന് മുഴുവൻ A+ കിട്ടിയാൽ മതി, എൻ്റെ മോക്ക് A+ കിട്ടിയാൽ മതി, അവന് റാങ്ക് ലിസ്റ്റിൽ ഇടം കിട്ടിയ നീറ്റ് എക്സാമിന് ഇത് വന്നാൽ മതി, അവന് നല്ലൊരു പെണ്ണ്, അവർക്ക് നല്ലൊരു ചെറുക്കൻ, ഇത് മതി അല്ലേ? അപ്പുറത്തിപ്പുറത്ത് നടക്കുന്നത് നമുക്ക് അറിയണ്ട. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന എന്താണെന്ന് നമുക്ക് അറിയേ വേണ്ട. എന്നോട് സദസ്സിൽ വെച്ച് കാസർഗോഡ് വെച്ച് ചോദിച്ചു, സാർ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ, സെമിനാറുകൾ, ഡിബേറ്റുകൾ, കൺവെൻഷനുകൾ, കൗൺസിലിങ്ങുകൾ എല്ലാം നിങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ നാടെന്താ ലഹരി മുങ്ങിക്കൊണ്ടിരിക്കുന്നത്? ആരെ ഉത്തരവാദി? ഹൂ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? ആര് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കും? നല്ല ചോദ്യമാണ് വീട്ടമ്മ ചോദിച്ചത്. അധ്യാപകർ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരുതൽ എന്ന് പറഞ്ഞ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തി എന്ന പദ്ധതിയുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ പുതിയ പദ്ധതിയുണ്ട്. യോദ്ധാവ് എന്ന ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മഹലുകളും അവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് SKYSF പോലുള്ള, അതുപോലെ നമ്മളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, അതുപോലെ തന്നെ ഒരുപാട് ഞങ്ങളുടെ ഈ പറയുന്ന KCYM യുവജന സംഘടനകളെല്ലാം ലഹരിക്കെതിരെ ജനകീയ മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 26-ാം തീയതി എനിക്ക് ആനിക്കാൻ പോയിലും, അതുപോലെ തന്നെ കോഴിക്കോട് 2 ക്ഷേത്രങ്ങളിൽ ശിവരാത്രിക്ക് എൻ്റെ പ്രഭാഷണം. അവിടെ ഉപനിഷത്തുക്കളുള്ള വേദങ്ങളൊന്നുമല്ല. അവർ പറഞ്ഞത്, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ സാറ് ലഹരിയെക്കുറിച്ച് സംസാരിക്കാൻ വരണമെന്ന്. നമുക്ക് ലഹരി എന്ന് പറയുന്ന ദുരന്തം അറിവ് കൂടിയപ്പോൾ ലഹരി എന്ന് പറയുന്ന ദുരന്തം സമൂഹത്തെ മുഴുവനും കാർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ശരിക്കും സംഭവിച്ചെന്താ അവിടെ? സാഹിത്യത്തിന്റെ നാട് തൃശ്ശൂർ നഗരം ജനുവരി 26-ാം തീയതി 2024, ക്ഷമിക്കണം 23 ജനുവരി 4-ാം തീയതി 16 മെഡിക്കൽ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. ആ വാർത്ത കേട്ടിട്ട് ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു പോയതാ. 16 മെഡിക്കൽ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത്. ചാലക്കുടിക്കാരൻ്റെ ഒരു കയ്യിൽ നിന്ന് 200 ഗ്രാം MDMA ബാംഗ്ലൂരുകാരനിൽ നിന്ന് മൊബൈൽ വഴിയുള്ള വിവരം കിട്ടി പിടിച്ചു. ആ ചാലക്കുടിക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി, അതിനകത്ത് 16 ഗ്രാം MDMA പൗത്ത് കൊടുത്തിരിക്കുന്നത് ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. പത്തനംതിട്ടക്കാരനെ മെഡിക്കൽ വിദ്യാർത്ഥിയുണ്ട്. അങ്ങനെ പോലീസ് മൊബൈൽ വഴി, ടവർ ലൊക്കേഷൻ വഴി കടന്നു വന്ന് അന്വേഷിച്ചത് പാറമക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ലോഡ്ജിലാണ്. ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. 16 പേരുണ്ട്. പോലീസ് മുറി തുറന്നകത്ത് കയറി ദേഹമൊക്കെ പരിശോധിച്ച് സാധനം കിട്ടിയില്ല. അവസാനം മുറിക്കകത്ത് കട്ടിലിനടിയിൽ നിന്ന് 11 ഗ്രാം MDMA കിട്ടി. ആ കബോർഡിനകത്ത് നിന്ന് 10-40 ഗ്രാം കഞ്ചാവും കിട്ടി. ചോദിച്ചു, ആരാ ഉത്തരവാദി? 16 പേരും ചങ്കുകളായിരുന്നു. 16 പേരും ഈ കട്ട ചങ്കുകളായിരുന്നു. 16 പേരും പറഞ്ഞു, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. 16 പേരും പറഞ്ഞു, അറിയില്ല എന്ന് പറഞ്ഞു. അവസാനം പോലീസിന്റെ FIR-ന്റെ 7-ാമത്തെ കോളത്തിനകത്ത് 16 പേരുകൾ എഴുതി ചേർക്കേണ്ടി വന്നു. വീണ്ടും ചോദിച്ചു, ആര് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കും? നോ ആൻസർ. അങ്ങനെ 16 പേരുകൾ FIR-ന്റെ 7-ാം കോളത്തിൽ എഴുതി ചേർത്തു. 2024 ഒക്ടോബർ 13-ാം തീയതിയാണ് പാലക്കാട് മലമ്പുഴയിലെ ജയിലിൽ നിന്ന് അവർ ബെയിൽ കിട്ടി പുറത്തിറങ്ങിയത്. നമുക്ക് SLCക്ക് മുഴുവൻ വിഷയത്തിനും A+ കിട്ടിയ 16 പേര്. +2-ൽ 1200 മാർക്ക് കിട്ടിയ 16 പേര്. നീറ്റ് എക്സാമിൽ റാങ്ക് ലിസ്റ്റ് ഇടം പിടിച്ച 16 പേര്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, നല്ല കുടുംബ പശ്ചാത്തലമുള്ള, നല്ല ഇടങ്ങളിൽ നിന്ന് വന്ന 16 നക്ഷത്രങ്ങൾ. ആതുര സേവന മേഖലകളിൽ നാളെ പ്രകാശം പരത്തേണ്ട 16 യുവ ഡോക്ടർമാർ. അല്ല 6 പേര് എൻഡോൺമെന്റ് കഴിഞ്ഞവരാണ്. അവർക്ക് ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പ് ജോലി ചെയ്യാൻ പറ്റുമോ? ഇനി ഏതെങ്കിലും വിദേശത്തേക്ക് അവർക്ക് കടന്നു പോകാൻ പറ്റുമോ? ഒരു ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? അവർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താ? ആധാർ കാർഡ് നമ്പർ 1, നമ്പർ 2 PCC സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. പുതിയ തൊഴിൽ നിയമം പറയുന്നത്, ഭാരതീയ നിയമസംഹിത തൊഴിൽ നിയമം പറയുന്നുണ്ട്, 5 പേരിൽ കൂടുതൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരാളെ നിങ്ങൾ തൊഴിൽ വെക്കുമ്പോൾ ആദ്യം ആധാർ കാർഡും ഡീറ്റെയിലും, ഹെൽത്ത് ഡീറ്റെയിലും, അദ്ദേഹത്തിന്റെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ അവിടുത്തെ രേഖകളും, അതേപോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട PCC-ക്കാണ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഇവർ പോയിട്ട് മഞ്ചേരി അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട്, പത്തനംതിട്ട ദേശക്കാരനായ മെഡിക്കൽ വിദ്യാർത്ഥി പോയിട്ട്, എനിക്ക് ഇന്ന സ്ഥലത്ത് ജോലിക്ക് കയറണം, എനിക്ക് എൻ്റെ പേരിൽ കേസുകളോ മറ്റു ക്രിമിനൽ കേസില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അനുവദിച്ചിടണം എന്നൊരു അപേക്ഷ കൊടുത്തു.
ആ അപേക്ഷ അവിടുത്തെ കൺസേൺഡ് ഒരു പോലീസുകാരൻ എൻഡോസ് ചെയ്ത് കൊടുത്തു. അദ്ദേഹം അന്വേഷിക്കുമ്പോൾ പേരടിച്ചു ഫിലിപ്പ് വിജയ് പ്ലാമുട്ട് ലൗസ് പുള്ളിപ്പാണെന്ന് അടിക്കുമ്പോൾ ടെക്ടർ അടിക്കുമ്പോൾ സിസ്റ്റത്തിന് അത് പേര് വന്നു. പേര് വരുമ്പോൾ തൊട്ടപ്പുറത്ത് നർക്കോട്ടിക് 27B പ്രകാരം എൻ്റെ പേരിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്, അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്, അല്ലെങ്കിൽ അതിനകത്ത് എനിക്ക് കൺവെൻഷൻ കിട്ടിയതാണ് ആ കേസിന്. സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം ഈ PCC ജനറേറ്റ് ചെയ്ത് കൊടുക്കുമോ? കിട്ടില്ല. PCC തരാൻ നിർവാഹമില്ല. നോക്കുമ്പോൾ SLCക്ക് മുഴുവൻ വിഷയം A+ ഉണ്ട്, +2 1000 മാർക്കുണ്ട്, MBBS ബിരുദമുണ്ട്. പക്ഷേ ഒരു പെട്രോൾ പമ്പിൽ പോലും എണ്ണ അടിക്കാൻ ഈ 16 പേർക്കും യോഗ്യതയില്ല. ഈ ഒരു കുഞ്ഞു കാര്യം നിങ്ങളിൽ മറ്റുള്ളവരെ അറിയിക്കണം. ഇവിടെയാണ് ഏറ്റവും വലിയൊരു ചതി ഒളിഞ്ഞിരിക്കുന്നത്. എങ്ങനെ 16 പേർക്ക് ദുരന്തം സംഭവിച്ചത്? എങ്ങനെയാണ്? ഒരു ദുർബല നിമിഷത്തിലെ കൂട്ടുകെട്ട്. ലഹരി എന്ന് പറയുന്നതിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഡെഫിനിഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? ഒരു പദാർത്ഥങ്ങൾ, ഒരു വസ്തുക്കൾ, ഒരു സാഹചര്യങ്ങൾ. ഒരു പദാർത്ഥങ്ങൾ എന്താ? 1 രൂപയുടെ റോജാപ്പാക്കിൽ തുടങ്ങി മനുഷ്യനിർമ്മിതവും പ്രകൃതിത്വമായ ആയിരക്കണക്കിന് സാധനങ്ങളെ മൊത്തം ചേർത്തിട്ട് ഈ പറയുന്ന പദാർത്ഥങ്ങൾ വരും. അതിനകത്ത് ഈ പറയുന്ന പാൻപരാഗുണ്ട്, ആൻസ് ഉണ്ട്, മുറുക്കാനുണ്ട്, സിഗരറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും ചേർത്തിട്ട് പദാർത്ഥങ്ങൾ. ചില വസ്തുക്കളുണ്ട്. ഏറ്റവും വലിയ വസ്തുവാണ് മൊബൈൽ ഫോൺ, ലഹരി വസ്തുവാണ് അല്ലേ? ചില ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ലഹരി വസ്തുക്കളാണ്. സാഹചര്യങ്ങൾ എന്താ? സാഹചര്യങ്ങൾ. ചില അമ്മമാരൊക്കെ പറയും, സാറേ എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, ഇത്രയും നാൾ പഠിച്ച സ്ഥലത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല മിടുക്കനേന്ന്. അവിടുന്ന് മാറിയോടുകൂടി അവനങ്ങോട്ട് സാറേ കൂട്ടുകെട്ട് പെട്ടുപോയി. കൂട്ടുകെട്ട് ആ സിറ്റുവേഷൻ പെട്ടുപോയി, ആ സാഹചര്യം പെട്ടുപോയി സാറേ. അങ്ങനെയാ. എൻ്റെ കുട്ടി മോശക്കാരാണ്, നല്ല കുട്ടി എൻ്റെ കുട്ടി, എൻ്റെ കുട്ടിയെ പോലൊരു കുട്ടി വേറെ എവിടെ ഇല്ല. ഓനെ നിങ്ങൾ കുറ്റം അങ്ങനെ പറയല്ലേ, ഓൻ്റെ കൂട്ടുകെട്ട് അങ്ങനെ ആക്കിയത് സാഹചര്യം. അപ്പൊ നോക്ക്, ചില പദാർത്ഥങ്ങൾ, ചില വസ്തുക്കൾ, ചില സാഹചര്യങ്ങൾ, ഇതിനോട് മനുഷ്യന് തോന്നുന്ന അമിതമായിട്ടുള്ള അടിമപ്പെടലിനെ ലഹരി എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്താ അറിയാമോ? ഇത് നിങ്ങൾ കേൾക്കാതെ പോകാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കൊന്നും ഇത് നിങ്ങളെ ബാധിക്കൂല, ഒരുപക്ഷെ എന്നെ ബാധിക്കൂല. നമ്മുടെ വീടെല്ലാം സേഫാണ്, ബാപ്പയോ ഉമ്മയോ മക്കളോ അനിയനോ ജ്യേഷ്ഠനോ ഒന്നും നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ വിശ്വാസ സംഹിത ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ നമ്മുടെ അയൽപക്കത്ത് മമ്മദിന്റെ ബീരാന്റെ കുട്ടന്റെ മകൻ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയ നമ്മുടെ ദുരന്തമാ, നമ്മുടെ ശ്രദ്ധക്കുറവാണ്, നമ്മുടെ ഉത്തരവാദിത്ത കമ്മിയാണ്, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ അയൽവാസിയെയും തന്റെ കൂടെ പഠിക്കുന്നവനെയും തന്റെ സഹജീവികളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഒരു ക്രൈസ്തവരാണെങ്കിൽ ഉത്തരവാദിത്തം പകുത്തു കൊടുക്കപ്പെടുന്നുണ്ട്, ഒരു ഹൈന്ദവനാണെങ്കിൽ പകുത്തു കൊടുക്കപ്പെടുന്നുണ്ട്. കാരണം അവനിൽ മാത്രമല്ല അവന്റെ ശാന്തി നിലകൊള്ളുന്നത്. തന്റെ അയൽവാസിയെയും തന്റെ കൂടെ സഞ്ചരിക്കുന്നവനെയും തന്റെ വേദി പങ്കിടുന്നതിനും തന്റെ കൂടെ അറിവ് പങ്കിടുന്നവനെയും സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മളിലുണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന വഴികളിലെ തെങ്ങിൻതോപ്പിലെ പാറക്കെട്ടിലോ നമ്മൾ യാത്ര ചെയ്യുന്ന കടകളിലോ ബസ് സ്റ്റോപ്പിന്റെ പിന്നിലോ മുമ്പിലോ ഒക്കെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ഇടപെടാൻ പറ്റുന്നില്ല. കാര്യം എന്താ? നമ്മൾ ഏക്കപ്പോഴും തോക്കെടുത്തിട്ട് വെടിവെച്ച് കൊള്ളുവോ? അല്ല കത്തിയെടുത്തിട്ട് നമ്മൾ തല വെട്ടിക്കളയോ? ഞാൻ എവിടെ ഇട്ടിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ. അവിടെ പോയിട്ട് നമ്മൾ ഒരു സദാചാര ഇടപെടലല്ല കേട്ടോ. എൻ്റെ മോന്റെ പേരെന്താ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കൈ ഒന്ന് വലത് കൈ എടുത്ത് അവന്റെ ഷോൾഡറിൽ ഒന്ന് വെച്ചിട്ട് നമ്മുടെ വീടിന്റെ അടുത്ത് വരെ തെങ്ങുംതൊപ്പിലെ പാറക്കെട്ടിലോ ഒഴിഞ്ഞ സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ സ്കൂളിനകത്തൊക്കെ കുറച്ച് നമ്മൾ ഈ പറയുന്ന കുരുത്തം കണ്ട തലതെറിച്ചെന്ന് പറഞ്ഞ പിള്ളേരൊക്കെ വന്നിട്ട് ബൈക്കൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ വെക്കുകയും അതുപോലെ വലിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോ ഒന്ന് വണ്ടി നിർത്തി അവിടെ ചെന്നിട്ട് എൻ്റെ മോന്റെ പേരെന്താ, അവരെ അപമാനിക്കാതെ അവന്റെ അടുത്ത് പോയി അവന്റെ അവന്റെ തോള് കൈ വെച്ചിട്ട് എൻ്റെ മോന്റെ പേരെന്താ, എവിടെയാ നിന്റെ വീടെന്ന് ചോദിച്ചപ്പോ കിട്ടിയ മറുപടി എൻ്റെ കയ്യിലുണ്ട്. ഒരു മറുപടിയും പറയും. ആ കയ്യിൽ കത്തിച്ചിരിക്കുന്ന സിഗരറ്റ് ഇങ്ങനെ പുറകോട്ട് പിടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ സിഗരറ്റിന്റെ തീ ഇങ്ങനെ ആരും കാണാതെ ഇങ്ങനെ ഞെക്കി ഞെരിക്കി നിലത്തുള്ളൂ. ആ സിഗരറ്റ് എവിടെ കുറ്റി എവിടെ വീണേന്ന് അവന് കണ്ണുകൊണ്ട് കാണുമൊന്നും വേണ്ട, കൃത്യമായിട്ട് അവനത് കയറി ചവിട്ടിയിട്ട് അതിനെ ഇങ്ങനെ ഒന്നും കൂടെ അങ്ങനെ അണയ്ക്കും. അണ്ട് മറ്റവനെ തോണ്ടും. ആ തോണ്ടെന്നറിയാമോ? ഇങ്ങോട്ട് പോരും, ഇവിടെ നിൽക്കണ്ട. ഒരിക്കലും അവൻ ഇങ്ങോട്ട് വരില്ല. പിന്നെ കാര്യം എന്താ? നിങ്ങൾ അവന്റെ ഹൃദയത്തിനെ നിങ്ങൾ വേദനിപ്പിച്ചു, അവനൊരു പരിഗണന കൊടുത്തു. നിങ്ങൾ അതൊന്നും അവന്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അവന്റെ വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെ വേറെ ആയിരിക്കും. കുരുത്തം കണ്ട തല തെറിച്ചവനെ പഠിക്കൂല, ഇങ്ങനെ നടന്നോ, ഞങ്ങട്ടെങ്കിലും പോയി മരിക്കപ്പോ, നീ എന്തിനാടാ ജീവിക്കണത്, അന്നെ കൊണ്ട വീട്ടിൽ സങ്കടങ്ങള്, നിന്നെ കൊണ്ട് ഉപ്പ ഞാൻ വഴക്കുണ്ടാകണത്, നീ നാട് വിട്ട് പോ, കുരുത്തം കെട്ടവനെ, നീ എന്റെ വയറ്റിലാണ് ഉണ്ടായത്. ഈ പരിഗണന കിട്ടാത്ത ഗാർഹിക സാമൂഹ്യ അവസ്ഥ അനുയോജ്യമല്ലാത്ത കുഞ്ഞുങ്ങളാണ് ദുരന്തത്തിൽപ്പെട്ടു പോകുന്നത്. അവരെ നിങ്ങൾ കാണുമ്പോ അവിടെ നിങ്ങൾ സദാചാര ചോദ്യം ചെയ്യപ്പെടാൻ നിങ്ങൾ നയിക്കുന്നെങ്കിൽ അവർ നിങ്ങളെ എതിർക്കും. അവർ നിങ്ങളെ മാന്തും, കടിക്കും, പിച്ചും, തുപ്പും. കാര്യം എന്താ?
അവൻ അതിലേറെ അവനെ പെറ്റു വളർത്തി ഉമ്മയുടെ ഉപ്പയുടെയും എന്ന് അച്ഛന്റെ കിട്ടിയിരിക്കുന്ന അവഗണനകളെ ഏറ്റുവാങ്ങി വന്നവനാ. അവിടെ മുമ്പിൽ നിങ്ങളൊന്നും വില പോകൂല. അവിടെ അവനെ അവനായി കാണാൻ നിങ്ങൾ ശ്രമിച്ചാൽ, നിങ്ങളിലൂടെ കാണരുത്, അവനെ അവനായി കാണാൻ ശ്രമിച്ചാൽ അവന്റെ ശിരസിൽ അവന്റെ തോളിൽ കൈവച്ച് എന്റെ കുഞ്ഞിന്റെ പേരെന്താ, മോന്റെ പേരെന്താന്ന് അഭിസംബോധന ചെയ്യുന്നിടത്ത് പരിഗണന കിട്ടുമ്പോ അവന്റെ ഹൃദയം ഒന്നിങ്ങനെ തണുക്കും. അവൻ നിങ്ങൾക്ക് മുമ്പിൽ അപ്രത്യക്ഷനാവും. ഇങ്ങനെ ഓരോ ഇടങ്ങളിലും, ഓരോ ഗ്രാമങ്ങളിലും, മുക്കിലും മൂലയിലും ഇങ്ങനെ പരിഗണന കൊടുക്കാൻ ഓരോ സഹോദരനും സഹോദരിമാരും ഉണ്ടെങ്കിലും ഒരാളും വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ഒഴിഞ്ഞ പറമ്പിലോ പാറക്കെട്ടിലോ തെങ്ങും തൊപ്പിലോ വന്നിട്ട് മദ്യക്കുപ്പികളോ അല്ലെങ്കിൽ ഈ സിഗരറ്റോ ഈ പറയുന്ന ഹാൻഡ്സോ ഒന്നും ഉപയോഗിക്കൂല. കാര്യം എന്താ? അവിടെ സ്നേഹിക്കാനാണ് കുറെ ആൾക്കാരാണ്, അങ്ങോട്ട് പോകണ്ടാറ്. ചിലയിടത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടോ മദ്യക്കുപ്പിയൊക്കെ കൂടി കിടക്കും, ചില സ്ഥലത്തൊക്കെ സിഗരറ്റ് കുറ്റിയൊക്കെ കൂടി കിടക്കും, പാൻപരവും ഹാൻസൊക്കെ ഇഷ്ടം പോലെ കിടക്കും ചില സ്ഥലത്ത്. കാര്യം എന്താ? ചില കോളേജിന്റെ പുറകിലൊക്കെ പോയി നോക്കിയാൽ മതി. കാര്യം എന്താ? അവിടെ ഒന്നും നോക്കാൻ ആളില്ല, അവിടെ ശ്രദ്ധിക്കാൻ ആളില്ല. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ബസ് സ്റ്റാൻഡിന് പുറകിൽ മൂത്രപ്പുര മുമ്പിലൊക്കെ ചെറിയ പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പോയി നോക്കിയിട്ടുണ്ട് എന്താന്ന്? അവരെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് പറ്റിയിട്ടില്ലല്ലോ അല്ലേ? കാര്യം കണ്ട, നമ്മൾ കണ്ടത് മുഴുവൻ പൊയ്മുഖങ്ങളെ, നമ്മൾ കണ്ടത് മുഴുവൻ പൊയ്മുഖങ്ങളെ. ആ സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്ന ഒരു മകന്റെ ശരീരത്ത് പുകല മണത്താല്, മദ്യം മണത്താൽ ഒരു അമ്മ അടങ്ങിയിരിക്കുവോ? ഒരു ഉമ്മ അടങ്ങിയിരിക്കുമോ? ഉറങ്ങുവോ അമ്മ? അമ്മ പടച്ചോന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഉമ്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കൂല. എന്റെ മകൻ ഒന്ന് മാനസാന്തരപ്പെടുത്തി തരണമേ പടച്ച റബ്ബേ എന്ന് പറഞ്ഞായിരിക്കും ഉമ്മ പ്രാർത്ഥിക്കുക. എന്റെ മകനെ നീ ഒന്ന് തിരികെത്താ, എനിക്ക് അവനില്ല വിശ്വാസം, എന്റെ പ്രതീക്ഷ അവനില്ല, നീ അവനെ ഒന്ന് ശാന്തനാക്കിത്ത. എന്റെ മകനിതാ ചിത്തഭ്രമം ബാധിച്ചിരിക്കുന്നു, ലക്ഷ്യബോധമില്ല, സാമൂഹ്യ ബോധമില്ല, പ്രതിബദ്ധതയില്ല. അവൻ രാത്രിയെ പകലാക്കി മാറ്റുകയാണ്, ഉറക്കമില്ല എന്റെ മകന്. അവൻ എന്നോട് അസഭ്യം പറയുകയാണ്, അവൻ ആ വീടൊക്കെ അടിച്ച് പൊളിക്കുകയാണ്. ദൈവമേ എന്റെ മകനെ നീ തിരികെത്താ. ഒരമ്മയ്ക്ക് തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ട 3 ദിവസമേ ഉള്ളൂ വേദന, 3 days. അമ്മ മാറി കിടക്കും. പക്ഷേ ഒരു മകൻ ലഹരി പദാർത്ഥങ്ങൾ, സൈക്കോട്രോപി സബ്സ്റ്റൻസിന് അടിമപ്പെട്ടു പോലീസ് എക്സ്ക്യൂസ് പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ ഉമ്മ 4 അല്ല 40 അല്ല 400 വർഷം കഴിഞ്ഞാലും ആ ഉമ്മയുടെ ഹൃദയം പുനഃസ്ഥാപിക്കാൻ പറ്റില്ല. തകർന്ന് തരിപ്പണമായി പോവും ഒരു ഉമ്മയുടെ ഹൃദയം. അതുകൊണ്ട് അയൽപക്കത്ത് എവിടെയെങ്കിലും ലഹരി പദാർത്ഥങ്ങൾക്ക് പോലീസ് എക്സസ് പിടിച്ചില്ല, മഹലിൽ ഏതെങ്കിലും ഒരു വ്യക്തി പോലീസ് ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾക്ക് കുടുങ്ങി എന്നറിഞ്ഞാൽ ഒറ്റപ്പെടുത്തരുത്, പരിഹസിക്കരുത്. ഒറ്റപ്പെടുത്തരുത്, പരിഹസിക്കരുത്. ആ വീട്ടിൽ പോണം, ഞങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളിങ്ങോട്ട് വരി. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്? നമുക്ക് ചേർത്ത് പിടിക്കാം. നല്ല റിഹാബിലിറ്റി സെന്ററുകളുണ്ട്, ശ്രമമുണ്ടെന്നേ. നമ്മൾ വിചാരിച്ച നടക്കാത്തതുണ്ടോ? നമ്മൾ വിചാരിച്ച നടക്കാത്തതുണ്ടോ? എല്ലാം നടക്കും. ഞാൻ എവിടെ പോയാലും ഞാൻ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട്. ഞാൻ ഇന്നിറങ്ങിയപ്പോൾ ഓൾ സ്റ്റോറിന്റെ ഒരു ഹിസ്റ്ററി ഇങ്ങനെ വായിച്ചപ്പം അതിനകത്ത് ജോസൂട്ടി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഹിസ്റ്ററി എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഇഷ്ടപ്പെട്ട സ്ട്രൈക്ക് ചെയ്തൊരു ഇന്റർവ്യൂ. അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നുണ്ട്, തന്റെ സമ്പാദ്യത്തിന്റെ 10% തുക ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ച ഒരു ഫുട്ബോൾ ഇതിഹാസ ഗായകൻ അല്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോ, പോർച്ചുഗലിന്റെ അമരക്കാരൻ. അദ്ദേഹത്തിന്റെ അച്ഛൻ 52-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. ആൽക്കഹോളിസം പിടിപെട്ട് കിഡ്നി ഫെയിലിയറായി ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തി. പക്ഷെ മകന്റെ വിജയം കാണാൻ തന്റെ അച്ഛനില്ല, പിതാവ് മരിച്ചുപോയി. 4 മക്കളിൽ 2 സഹോദരിയും 2 ആൺകുട്ടികളും. ഏറ്റവും ഇളയവനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. മൂത്ത ജ്യേഷ്ഠൻ ഹ്യൂഗോ, അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ടു. കടുത്ത സൈക്കോട്രോപി സബ്സ്റ്റൻസിനാണ് അദ്ദേഹം. പെത്തഡിന് അടിമപ്പെട്ട വ്യക്തിയായിരുന്നു. ആൽക്കഹോളും ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, ചെയിൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന വ്യക്തി. ഏറ്റവും കൂടുതൽ മാനസിക വിഷമത്താൽ അങ്ങ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ക്രിസ്ത്യാനോ ഈ ജ്യേഷ്ഠനെ അങ്ങ് പോർച്ചുഗീസില് ഓൾസ്റ്റോസ് എന്ന് പറയുന്ന ഒരു റിഹാബിലിറ്റി സെന്ററിൽ കൊണ്ടാക്കുകയാണ്. എന്നിട്ട് കൈകൾ കൂപ്പിയിട്ട് കരഞ്ഞു പറഞ്ഞു, ഏട്ടാ റയൽ മാൻഡ്രിഡിന്റെ മത്സരത്തിലേക്ക് ഞാൻ പോവുകയാണ്, തിരികെ വരുമ്പോ സംശുദ്ധമായ ശരീരം എനിക്ക് തിരികെ തരുമോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹ്യൂഗോ പറയുന്നുണ്ട്, 2013-14 നമ്മൾ റയൽ മാൻഡ്രിഡിന്റെ ആ മത്സരത്തിന്റെ കളിയിലേക്ക് പോകാൻ വേണ്ടി നിന്ന സമയത്ത് ചോദിക്കുകയാണ്, നീ അങ്ങനെയാണെങ്കിൽ കപ്പ് ഉയർത്തി വരുമോന്നാ ചോദിക്കുന്നത്. നീ അങ്ങനെയാണെങ്കിൽ കപ്പ് ഉയർത്തി വരുമോന്നാ ചോദിക്കുന്നത്. ആ വർഷം ക്രിസ്ത്യാനോ തന്റെ ജ്യേഷ്ഠനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം മൈതാനത്ത് അടിച്ചുകൂട്ടിയ ഗോളുകൾ 17 എണ്ണമാണ്. ചരിത്രത്തിനടുത്തിലേക്ക് ആ ക്രിസ്ത്യാനോ തന്റെ ഗോളുകൾ അടിച്ചു കൂട്ടിയത്. ആ വർഷം ഫൈനലിൽ ആ ടീം ആ ക്ലബ്ബ് റയൽ മാൻഡ്രിഡ് ക്ലബ്ബ് ജയിക്കുകയാണ്. ശേഷം നേരെ വരുന്നത് തന്റെ ജ്യേഷ്ഠന്റെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെ ജ്യേഷ്ഠനുമായിട്ട് അദ്ദേഹം കെട്ടിപ്പിടിക്കുന്ന രംഗമുണ്ട്. ആ
ആ രംഗത്തെക്കുറിച്ച് അദ്ദേഹം ഇന്റർവ്യൂവിൽ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. 6 മിനിറ്റോളം തൻ്റെ ജ്യേഷ്ഠൻ തൻ്റെ ശരീരത്തിൻ്റെ തോളിൽ കിടന്നുകൊണ്ട് എങ്ങനെ ഇടിച്ച് കരഞ്ഞ നിമിഷം. പിന്നീട് ഒരിക്കലും തൻ്റെ ജ്യേഷ്ഠൻ ഒരു ലഹരിക്കും അടിമപ്പെട്ടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. പോർച്ചുഗീസിൽ അതിനകത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ മ്യൂസിയത്തിൻ്റെ ഹെഡ് ഓണറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുകയാണ് തൻ്റെ ജ്യേഷ്ഠൻ. ലഹരിക്കെതിരെ സംസാരിക്കുമ്പോഴൊക്കെ കണ്ണുകൾ ഇങ്ങനെ വിടർന്നുകൊണ്ട്, ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം കുടുംബത്തെയല്ല ലോകത്തെ മുഴുവൻ വിനാശത്തിലേക്ക് നയിക്കപ്പെടും. ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റിയുടെ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ ലഹരി ഇല്ല എന്ന് കരുതി നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടാൽ അവരുടെ വീടുകളിൽ അവൻ്റെ സാന്നിധ്യങ്ങളിൽ നിങ്ങളുടെ ഇടപെടലുകൾ വേണമെന്നാണ് പറയുന്നത്. ഇടപെടലുകൾ. അത് ഇന്റർവ്യൂ അവസാനിക്കുന്നത് പറയുകയാണ്, നിങ്ങളെ ഇടപെടലുകൾ വേണം. അവിടെയാണ് ദൈവികമായ നമുക്കൊരു ശക്തിയും പരിജ്ഞാനവും ഒക്കെ നമുക്ക് കിട്ടുക പലപ്പോഴും. അതുകൊണ്ട് നമ്മുടെ വീടൊക്കെ സേഫ് സോൺ എന്ന് പറഞ്ഞിട്ട് ലഹരിക്കെതിരെ നമ്മൾ പ്രവൃത്തി എടുക്കണം. ഇതുവരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇനി നമുക്ക് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട് നമ്മളോട് തന്നെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ബി ഡൺ നൗ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ചോദ്യം നമ്മൾക്കൂടെ തന്നെ ചോദിക്കാൻ നമുക്കൊക്കെ ഒരു ത്രാണിയും ആർജവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന സാന്ദർഭമായിട്ട് ഞാൻ നിങ്ങളുടെ കൂട്ടിച്ചേർക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മഹത്തരമായ സ്ഥാപനത്തിൽ നിങ്ങൾക്കൊക്കെ പഠിക്കാൻ സാധിച്ചത് ദൈവ നിയോഗമാണ്. പ്രത്യേകിച്ച് ഇവിടെ വരാൻ സാധിച്ച എനിക്കും ഒരു ഈശ്വരാനുഗ്രഹമാണ്. കാരണം ഒരുപാട് സ്ഥാപനങ്ങൾ ഈ നമ്മുടെ ജാമിയ സലഫിയുടെ കീഴിൽ പ്രവൃത്തിയെടുക്കുന്നുണ്ട്. വിശ്വാസത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലും ഏറ്റവും നല്ല ശാസ്ത്രീയമായി ഊന്നൽ കൊടുക്കുന്ന ഇതിൻ്റെ സാരഥികളുടെ ദീർഘമായ കാഴ്ചപ്പാടും വീക്ഷണവും ഒക്കെ തന്നെയാണ് പ്രത്യേകിച്ച് മഹത്തരമായ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ. ഇന്ന് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെയൊക്കെ കിട്ടുന്ന ഏറ്റവും നല്ല നമുക്ക് കിട്ടുന്ന നല്ല നിമിഷങ്ങളാണ്. നിമിഷങ്ങളെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഈ സ്ഥാപനത്തൊക്കെ പഠിക്കാൻ ഒരുപാട് പേർ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ പലർക്കും സാന്ദ്രമായിട്ട് സാധിക്കാറില്ല. ആ സാധിക്കാത്തതിൻ്റെ മുകളിലാണ് നിങ്ങളുടെയൊക്കെ ആധിപത്യം നിലകൊള്ളുന്നത്. അവിടെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം എന്നെപ്പോലെ ആഗ്രഹമുള്ള എത്രയോ പേരുണ്ടാവാം. അവിടെയാണ് എനിക്ക് കിട്ടിയ അവസരങ്ങൾ. ഈ അവസരങ്ങളെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആയിരിക്കുന്ന അവസ്ഥകളിൽ നമ്മൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുക. നമ്മളെ പഠിപ്പിക്കുന്നവരോടും പ്രത്യേകിച്ച് നമ്മളെ നയിക്കപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കളോടൊക്കെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുക. എപ്പോഴും നമ്മളൊരു നിയത്തൊക്കെ വയ്ക്കുക, നമ്മളൊക്കെ ഒരു അനുഗ്രഹമൊക്കെ വയ്ക്കുക. കാരണം എനിക്ക് പോലീസ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു കാരണമുണ്ട്. കാരണം അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഞാൻ കോയമ്പത്തൂർ പോളിടെക്നിക് കഴിഞ്ഞ് ശ്രീരംഗ സർവീസിൽപ്പെടുന്ന കമ്പനി ജോലി ചെയ്യുന്ന സമയത്താണ് എനിക്ക് PSCക്ക് എന്നെ അഡ്വൈസ് വരുന്നതും ആൾ ടിക്കറ്റ് വരുന്നതും. അങ്ങനെ ഇന്നത്തെ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളാണ്, അന്നത്തെ ഹൈസ്കൂളായിരുന്നു. രാത്രി ഓർമ്മയുണ്ട്, ഒരു 12 മണി സമയമാണ്. ലോഡ്ജിൽ നിന്ന് എടുക്കാൻ പൈസയൊന്നുമില്ല, 10-200 രൂപ കയ്യിലുള്ളൂ. അതിന് ഓട്ടം വന്ന 2 ഷൂ, ഒരു നരച്ച ജീൻസും ഒരു ടീഷർട്ടും ഇട്ടുണ്ട വരവൊക്കെ. കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. വന്ന് സ്കൂളിനവിടെ വന്ന് ഇളകുന്ന 2 ജനലൊക്കെ എടുത്ത് മാറ്റി അകത്ത് കയറി 2 ബെഞ്ച് പിടിച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ തന്നെ ഫസ്റ്റ് ഞാനിതിങ്ങനെ തുറന്ന് നോക്കുന്നതിന് മുമ്പ് ഇതിങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചെന്താണെന്നറിയാമോ? എനിക്കിത് മുഴുവൻ എഴുതാൻ കഴിയണം. എൻ്റെ ദൈവമേ, എനിക്കിത് മുഴുവൻ എഴുതാൻ കഴിയണം. റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് വരണം. എനിക്ക് ജോലി കിട്ടിയാൽ എൻ്റെ ശമ്പളം ഞാൻ ഒരു കൂട്ടി വെച്ച് എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു കുഞ്ഞ് കമ്മൽ വാങ്ങും സ്വർണത്തിൻ്റെ. ഇതായിരുന്നു എൻ്റെ പ്രാർത്ഥന. കാര്യം എൻ്റെ അമ്മയെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് കാതിൽ ഒരു ചെറിയൊരു ഈർക്കിലിയുടെ കമ്പ അമ്മ എപ്പോഴും ഇടുക. വല്ല പള്ളിയിലൊക്കെ പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോൾ മാത്രമേ അമ്മ ഈ കമ്മലും മാല ഇടുകയുള്ളൂ. അത് ഭയങ്കര മഞ്ഞ കളറായിരിക്കും അവർ. കാര്യം ഒരു റോഡ് ഇമിറ്റേഷൻ ഗോൾഡാണ്. അത് പോയി വന്ന അപ്പം തന്നെ അമ്മ സോപ്പുകളത്തിലൊക്കെ കഴുകി. എനിക്ക് എന്നും ഓർമ്മയുണ്ട്. കുറേ നേരം സോപ്പിൻ്റെ പതയിലൊക്കെ അമ്മ കഴുകി ഇങ്ങനെ തുടച്ച് ഊതിയൊക്കെ മടക്കി കടലാസിലൊക്കെ പൊതിഞ്ഞ് അമ്മ വെക്കുന്ന എപ്പോഴും കാണാറുണ്ട്. അപ്പം അമ്മ പറയാറുണ്ട്, മക്കളെ കറുത്ത് പോകുന്നത് എപ്പോഴും ഇട്ടാലെന്ന് പറയും. അമ്മയ്ക്ക് ചെവിയൊക്കെ ചൊറിയും. അപ്പം എൻ്റെ അമ്മ എപ്പോഴും ഞാൻ കണ്ടിട്ടില്ല കഴുത്തിൽ മാലയൊന്നുമില്ല, കാതിൽ ഒരു ഈർക്കിൽ. ഇതിങ്ങനെ എൻ്റെ അമ്മയുടെ ഒരു ഫ്രെയിം. അപ്പം എൻ്റെ വലിയ ആഗ്രഹമാണ് എൻ്റെ അമ്മയ്ക്കൊരു കുഞ്ഞ് സ്വർണ്ണത്തിൻ്റെ കമ്മൽ വാങ്ങിക്കൊടുക്കുക. ഇത് ഞാൻ ആഗ്രഹം വെച്ചുകൊണ്ട് എൻ്റെ PSC പരീക്ഷയൊക്കെ എഴുതി ഞാൻ കോയമ്പത്തൂരിലേക്ക് പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് കൊച്ചുമുറ്റത്തിൽ ബെന്നി എന്ന് പറയുന്ന എൻ്റെ വീടിൻ്റെ അടുത്തൊരു മെമ്പറുണ്ട്. അവിടെ മാത്രം ലാൻഡ് ഫോൺ ഉള്ളത്. അപ്പം എൻ്റെ പെങ്ങൾ അവിടെ നിന്ന് ഈ കോയമ്പത്തൂർ കമ്പനി ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ ഫോർമാൻ വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ കേരള കൂപ്പിടാ. അപ്പോൾ ആ ഫോൺ വന്ന് ഓൾഡ് പണിയിട്ടിരിക്കുകയാണ്. ഓടിപ്പോയി ഫോൺ എടുത്തു. എന്താടിയും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എടാ റാങ്ക് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരുടെ പേരും ഉണ്ടടാ, പക്ഷെ നിൻ്റെ പേര് മാത്രം അതിനകത്ത് ഉണ്ടടാ അറിഞ്ഞു. ലാസ്റ്റ് ഉണ്ടടാ. ഇത് പറയലും അവള് കരഞ്ഞു, ഞാനും കരഞ്ഞു. ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഏങ്ങലടിച്ച് കരഞ്ഞു. കാരണം എനിക്ക് കുരുത്തം കെട്ടവരെന്ന് വിശേഷിക്കപ്പെട്ട, പഠിക്കാൻ കൊള്ളാത്തവരെന്നൊക്കെ വിശേഷിക്കപ്പെട്ട എൻ്റെ ശിരസിൽ അശോകസ്തംഭം വരാൻ പോകണം. ഞാൻ കേരള പോലീസിൻ്റെ ഭാഗമായി. അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്നു. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ശമ്പളമൊക്കെ ഒരു കൂട്ടി വെച്ചു. എൻ്റെ അമ്മയ്ക്ക് വാങ്ങിയ കമ്മലും ഒരു കുഞ്ഞു മാലയും ഇപ്പോഴും എൻ്റെ അമ്മയുടെ കഴുത്തിലും കാതിലുമുണ്ട്. അത് തൊടാൻ അമ്മ സമ്മതിക്കൂല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണിയും സഹനം അനുഭവിച്ചൊരു അമ്മ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ മേരിക്കുട്ടിയാണ്. എൻ്റെ അച്ഛനും ഒരു ആൽക്കോളിസത്തിന് അഡിക്റ്റഡ് ആയിരുന്നു. പക്ഷേ അവസാന നാളുകളിൽ അച്ഛൻ 67 അച്ഛൻ മരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അച്ഛൻ മരിക്കാൻ സമയമായിട്ടില്ല. നല്ല ബോഡി, ഹെൽത്തി ബോഡിയാണ്. പക്ഷേ
അച്ഛൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. അച്ഛൻ റോൾ മോഡൽ ആരും ഇല്ലായിരുന്നു, പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലായിരുന്നു. പക്ഷേ അവസാന സമയത്തൊക്കെ അച്ഛൻ കൂടുതൽ കുടുംബമായിട്ടൊക്കെ സഹകരിച്ചു. അച്ഛന് ഒരുപാട് നല്ല ബെറ്റർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു. പക്ഷേ അച്ഛനെ കുറച്ചും കൂടെ ചികിത്സിക്കാം. അച്ഛൻ തിരികെ വന്നപ്പം ഒരു 6 വർഷമായിട്ട് അച്ഛൻ പുകവലി മദ്യപാനമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിന് ആഫ്റ്റർ എഫക്റ്റ് അച്ഛൻ്റെ ആ ഒരു 67-ാമത്തെ വയസ്സിലാണ് കണ്ടത്. ഏകദേശം 4 മാസം കണ്ടിന്യൂ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു. അച്ഛന് ഒരുപക്ഷെ അച്ഛൻ മരിച്ചുപോയി. മരിച്ചപ്പോഴാണ് തോന്നിയത് അച്ഛന് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ട്രീറ്റ് ചെയ്യായിരുന്നു, കെയർ ചെയ്യായിരുന്നൊക്കെ തോന്നിയത് അപ്പോഴാണ്. പക്ഷേ അപ്പോഴേക്കും അച്ഛനില്ല. അച്ഛൻ്റെ ഓർമ്മകൾ കുറച്ച്, അച്ഛൻ്റെ വാച്ചും 2-3 കണ്ണടയും അച്ഛൻ്റെ അവസാന സമയത്ത് ടാപ്പ് ചെയ്യാൻ ഉപയോഗിച്ച കത്തികളൊക്കെ മാത്രമേ ഉള്ളൂ. ഒരു വീടിനകത്തൊരു 10,000 മെമൻ്റോ ഉണ്ട്. പക്ഷേ എൻ്റെ മധ്യഭാഗം ഞാൻ അച്ഛൻ്റെ ഈ ഒരു മധ്യഭാഗം ഇങ്ങനെ ഒരു ഷോക്കേസിനകത്ത് അച്ഛൻ്റെ ഈ പറയുന്ന ടാപ്പിംഗ് കത്തിയും ഈ കയ്യിലെ വാച്ചും കണ്ണടയൊക്കെ അവിടെ വെച്ചേക്കണത്. ഈ കണ്ണട ഇടയ്ക്കൊക്കെ എടുത്ത് ഞാൻ നോക്കും. കാരണം ഇപ്പം അടുത്ത കണ്ണട കൂടുതൽ നോക്കാൻ തുടങ്ങി. കാരണം എനിക്ക് വായിക്കണമെങ്കിൽ കുറച്ചും കൂടെ അടുത്തൊക്കെ പിടിക്കണം, ഇങ്ങനെ അടുത്ത് പിടിക്കണം. അപ്പോഴാണ് അമ്മയുടെ കണ്ണ് പടുത്തുകൊണ്ട് ഞാൻ കാണിച്ചു. അവിടെ പെരുന്തമണ്ണ ഹോസ്പിറ്റലിൽ അവിടെ കാണിച്ചപ്പോൾ അമ്മയ്ക്ക് നല്ല കാഴ്ചയാണ്. അപ്പം ഞാൻ തമാശയ്ക്ക് പറഞ്ഞു അമ്മയ്ക്ക് എന്നേക്കാൾ കാഴ്ചയുണ്ടെന്ന് പറഞ്ഞു. അവരത് അബേറ്റ് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റൽ അത് പരസ്യം കൊടുത്തു. അങ്ങനെ അമ്മ ഞാനും അബേറ്റ് ഹോസ്പിറ്റലിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. ഇപ്പം ഏകദേശം മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഈ 3-4 സ്ഥലങ്ങളിൽ ആ പരസ്യം ചെയ്യുന്നുണ്ട് അമ്മയും ഞാനും. അപ്പം അമ്മ വലിയ സന്തോഷത്തിലാണ്. കാരണം അമ്മയ്ക്ക് പഴയതുപോലെ വലിയ ദാരിദ്ര്യമോ പട്ടിണിയോ ഒന്നും അമ്മയ്ക്കൊന്നുമില്ല. പക്ഷെ അമ്മ ഏറ്റവും കൂടുതൽ പട്ടിണിയും ദാരിദ്ര്യം അനുഭവിച്ചൊരു അമ്മയായിരുന്നു എൻ്റെ അമ്മ. സഹനം അനുഭവിച്ചൊരു സ്ത്രീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അമ്മയാണ് കണ്ടിട്ടുള്ളത്. ലോകത്തിൽ ഏറ്റവും വലിയ റോൾ മോഡൽ ആരാ, ബ്രാൻഡ് അംബാസഡർ ആരാന്ന് ചോദിച്ചാൽ അതെൻ്റെ അമ്മയാണ്. കാരണം അമ്മ ഒരു പാർശ്വം കുഴഞ്ഞു പോയ അമ്മയാണ്. ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10ാം വാർഷികം ആഘോഷിക്കുന്ന SK എന്ന് പറയുന്നതിന് അവിടെ മഞ്ചേരി അരികിഴായ ആശുപത്രിയുടെ ഇനാഗ്രേഷൻ ആയിരുന്നു. ഗവൺമെൻറ് ആയുർവേദിക് ഡോക്ടർ സത്യനാരായണ ഡോക്ടറുടെ ഒരു ക്ലിനിക്കായിരുന്നു. അദ്ദേഹം ചികിത്സിച്ചതാണ്. അവിടെ ഖദീജ എന്ന് പറയുന്ന ഒരു ഉമ്മയും എൻ്റെ അമ്മയുമാണ്. കിടപ്പ് ഇനി എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു മഹലിലെ ഒരു വഖഫിയുടെ ഉമ്മയായിരുന്നു. ആ ഉമ്മ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. 90 വയസ്സുള്ള ഉമ്മയും ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തു. എൻ്റെ അമ്മയും പങ്കെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ നടക്കൂല എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ നടക്കൂല എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ തന്നതാണ്. ആശുപത്രി പേര് പറയുന്നില്ല. ഒരു ഹൈഡ്രോളിക്കിൻ്റെ കട്ടിലും എൻ്റെ അമ്മയും തന്നു. മഞ്ചേരി പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു. നടക്കൂല എന്ന് പറഞ്ഞ അമ്മയാണ് മഞ്ചേരിയിൽ ആയുർവേദ മുള്ളമ്പാറ ആശുപത്രി കൊണ്ടുപോയി 1 വർഷം അമ്മ ഇവിടെ കിടന്നു. 1 വർഷം ഞാൻ എൻ്റെ മകനൊക്കെ സ്കൂളിൽ പോയതാ ആശുപത്രിയിൽ നിന്നാണ് പോയതൊക്കെ. നടക്കില്ല എന്ന് പറഞ്ഞ അമ്മ 1 വർഷം കഴിഞ്ഞപ്പോൾ ഒക്കെ കയ്യും കാലൊക്കെ അനക്കാൻ തുടങ്ങി. ഇപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാലും നടുവിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈക്ക് ഒന്ന് പൊങ്ങണമെങ്കിൽ ഈ കൈ കൊണ്ടൊന്ന് പൊക്കമൊക്കെ വേണം. വണ്ടി കയറ്റണമെങ്കിൽ അമ്മയൊന്ന് പരസഹായൊക്കെ വേണം. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും അമ്മ സന്തോഷമാണ്. കാരണം അമ്മ ഇതൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം എൻ്റെ മക്കളോടൊക്കെ പറയാം, നിങ്ങളൊക്കെ ജോലിയൊക്കെ കിട്ടി വലിയ വലിയ ഇടങ്ങളിലേക്കൊക്കെ പോകുമ്പം മാതാപിതാക്കളൊക്കെ ഒന്നും മറന്നു പോകരുത്. നിങ്ങളൊക്കെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം അമ്മമാർക്ക് കൊടുക്കണം കേട്ടോ. അത് അവർക്ക് അവകാശമാണ്, അവർ ഔദാര്യമല്ല. ഈ ചാണക്യ സുഹൃത്ത് പറയുന്നുണ്ട്, ഈ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ വിഹിതം അവകാശപ്പെട്ടതാണ്. ഞാൻ എൻ്റെ എല്ലാ മാസവും എൻ്റെ അമ്മയ്ക്ക് 5000 രൂപ കൊടുക്കുന്നുണ്ട്. 5000. എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുള്ള വ്യക്തിയായിരുന്നു ഞാൻ. 5000 രൂപ എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കും എല്ലാ മാസവും. എല്ലാ വേദികളും ഞാൻ പറയുന്നുണ്ട്. ആവർത്തന വിരസ തോന്നുകയാണെങ്കിൽ സദയം ക്ഷമിക്കുക. കാരണം ഈ അമ്മയ്ക്ക് പൈസ കൊടുക്കുമ്പോൾ രസമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചില മാസം ഞാൻ 5000 രൂപ കൊടുക്കും, ചില മാസം 5500 കൊടുക്കും, ചില മാസം 4500 കൊടുക്കും. ഈ 5000 കൊടുക്കും. ഈ അമ്മയ്ക്ക് പൈസ കിട്ടിയ അമ്മ അപ്പം ഈ കൈ കൊണ്ട് വാങ്ങാൻ വരും. രാവിലെ 1-ാം തീയതി ഞാൻ ശമ്പളം ATM കയറി കഴിഞ്ഞാൽ പെരുന്തമണ്ണയിൽ വരുന്ന വഴിക്ക് വണ്ടിയായി എവിടെയെങ്കിലും പാണ്ടിക്കോടോ വണ്ടൂരോ അവിടെ നിർത്തും. ATM കയറും, സർവൻ്റെ അമ്മയ്ക്കുള്ള പൈസ എടുക്കും, നേരെ വീട്ടിൽ വരും. രാവിലെ പോകാൻ നേരത്ത് കുളിക്കുന്നതിനൊക്കെ മുമ്പ് ഈ പൈസ എടുത്ത് അമ്മയുടെ കൈ കൊടുക്കും. അപ്പോൾ അമ്മ കട്ടിലിരുന്നൊരു ഫാനൊക്കെ ഓഫാക്കി അവിടെ ഇരുന്നിട്ട് അമ്മ എണ്ണും. അമ്മയ്ക്ക് നോട്ടൊക്കെ ചൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂർക്കും കറയുണ്ടൊക്കെ കണ്ടുപിടിക്കും. കണക്ക് ഭയങ്കരമാണ് അമ്മ. അപ്പോൾ അമ്മ ഈ 5000 രൂപ കൊടുക്കുമ്പോൾ അമ്മ ഇങ്ങനെ എല്ലാം എണ്ണും. കുറേ സമയം വേണം എണ്ണണമെങ്കിൽ. അപ്പോൾ കറക്റ്റ് പൈസ ആണെങ്കിൽ അമ്മ പോട്ടെ എന്ന് പറയും, മക്കളെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്നറിയാമോ? 5000 രൂപ കറക്റ്റാണ് ഞാൻ കൊടുത്തത്, 5000 രൂപ കൊടുത്തത്, താങ്ക്സ് അമ്മ പറയണം, മക്കളെ ഒരു വിളിയുണ്ട് അമ്മ. ചില മാസം ഞാൻ 5500 റുപ്യ വയ്ക്കും. എനിക്കറിയാം അമ്മ വിളി വേറെ മാറുന്നു. അപ്പം അമ്മ പോട്ടോ എന്ന് പറയും, മക്കളെ നിൽക്കി മക്കൾ, യോ എന്ന് പറയും. നിനക്കാണ് ശ്രദ്ധയില്ല എൻ്റെ കുഞ്ഞിന്, നോക്കി 500 രൂപ കൂടുതലുണ്ട് പറയും. ഷോ തിരക്കിനകത്തൊക്കെ എൻ്റെ കുഞ്ഞ് ഇങ്ങനൊന്നും ശ്രദ്ധിക്കാതെ ആർക്കും കൊടുക്കലില്ല, 500 രൂപ കൂടുതലുണ്ട് എൻ്റെ മക്കളെ എന്ന് പറയും. ആണോ എന്നൊക്കെ ചോദിച്ചു വാങ്ങി മടക്കി പോക്കറ്റ് വെച്ചിട്ട് അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുക്കും ഞാൻ. അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സന്തോഷമാണ് അമ്മയ്ക്കത്. ചില മാസം ഞാൻ 4500 രൂപ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇന്ന് വരെയും എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല, മക്കളെ 500 രൂപ കുറവുണ്ടെന്ന്. എനിക്ക് മാത്തമാറ്റിക്സ് എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. അതാണ് അമ്മമാർ. അങ്ങനെയുള്ള അമ്മമാരെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്. അതാണ് അമ്മ. അതേപോലെ ഉപ്പമാർ, ഇവിടെയൊക്കെ പെൺകുഞ്ഞുങ്ങളായിരിക്കുന്നത്, ഒരിക്കലും നിങ്ങൾ ഉപ്പമാരെ സങ്കടപ്പെടുത്തരുത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട് 10 ഉപ്പമാരിൽ 3 പേർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല പ്രായത്തിൽ, അതായത് 40ഉം 45ഉം വയസ്സിനിടയിലുള്ള 50 വയസ്സിനിടയിലുള്ള ഉപ്പമാരിപ്പം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ആർക്കും പിടികിട്ടുന്നൊന്നുമില്ല. യാത്രയിൽ, ഇരുത്തത്തിൽ, ഉറക്കത്തിൽ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് കാർഡിയോ അറസ്റ്റും
സൈലന്റ് അറ്റാക്ക് ഒക്കെ വന്ന് നല്ല പ്രായത്തിൽ ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുക പല ഉപ്പമാരും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പെൺകുഞ്ഞുങ്ങളൊക്കെ പറയാം, നിങ്ങളൊന്നും സങ്കടപ്പെടുത്തരുത് ഉപ്പമാരെ. നിങ്ങളൊക്കെ ഡിസിഷൻ സ്വന്തമായിട്ട് എടുക്കരുത്. അവരനുഗ്രഹവും അവരുടെ ആശീർവാദവും ഒക്കെ ഉണ്ടാവണം. ലോകത്ത് മാതാപിതാക്കൾ, ഒരു ഉപ്പ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇത്രമേൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മനുഷ്യൻ്റെ ലോകത്തുണ്ടെങ്കിൽ അത് ഉപ്പ മാത്രമാണ്. കാരണം തൻ്റെ കുഞ്ഞ്, തൻ്റെ പെൺകുഞ്ഞ് മറ്റൊരുവൻ്റെ കരങ്ങളിലേക്ക് സർവാധികാരത്താൽ അവൻ്റെ കരങ്ങളിലേക്ക് പിടിച്ചു കൊടുക്കാൻ ഒരു ഉപ്പ ഒരവസരം ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അത് കൊടുക്കാൻ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. അതില്ലാതെ ഉപ്പയെ അപമാനിക്കരുത്, അതില്ലാതെ ഉപ്പയെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത്. തകർന്ന് തരിപ്പണമായി പോയ മനസ്സ്, അവരെയൊക്കെ വേദനിപ്പിച്ച് ലോകത്ത് നിങ്ങൾ എവിടെ പോയാലും, ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും, എത്ര സമ്പന്നതയിലേക്ക് നിങ്ങൾ കടന്നു കയറാലും, ഒരു ഉപ്പയും ഒരു ഉമ്മയെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിലെ ഒരു പുൽക്കൊടികളും ഇവിടെ നിവർന്നു നിന്നായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നില്ല. ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്, പല പ്രണയവിവാഹങ്ങളൊക്കെ പരാജയപ്പെടാൻ കാരണം മാതാപിതാക്കളെ കൺസെന്റ് വാങ്ങാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രണയവിവാഹങ്ങൾ മുഴുവനും പരാജയപ്പെട്ട് തകർന്ന് തരിപ്പണമാകുന്നത്. അതുകൊണ്ട് അവരെ ഒന്നും വേദനിപ്പിക്കരുത്. ഒരു ഉപ്പ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? ഒരു മക്കളുടെ വിജയത്തിന് മുമ്പിലാണ് ഒരു ഉപ്പ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത്. ഒരു ഉപ്പ ഏറ്റവും കൂടുതൽ ശാന്തനാവുന്ന എവിടെയെന്ന് അറിയാമോ? മക്കളുടെ ഉറക്കത്തിന് മുമ്പിലാണ്. മക്കളിങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു ഉപ്പ മാറി നിന്നിങ്ങനെ കാണും. എന്നിട്ട് പല സ്വപ്നങ്ങളും ആ മനുഷ്യൻ ഇങ്ങനെ നെയ്ത് കൂട്ടും. എൻ്റെ കുഞ്ഞ് ഉറങ്ങണ കണ്ടില്ലേ, അവൻ്റെ കിടത്തം കണ്ടോ, അവൻ്റെ കൂർക്കമ്പലി കണ്ടോ. ചിലപ്പോൾ അറിയാതെ വന്നിട്ട് നമ്മുടെ കാലുകളൊക്കെ എടുത്തിട്ട് ഉമ്മ വയ്ക്കും ഉപ്പ ഇങ്ങനെ. അപ്പോൾ ചിലപ്പോൾ ഉമ്മയുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏട്ടനുണ്ടോ ആരും ഇല്ലാത്തവയ്ക്ക് ഉപ്പ ഇതൊക്കെ ചെയ്യുക. പുതപ്പൊന്നും കൂടെ കയറ്റിയിട്ടിട്ട് നമുക്ക് തണുക്കുന്നുണ്ടെങ്കിൽ ആ പുതപ്പ് മേളിട്ടിട്ട് അറിയാതെ ഉമ്മ വെച്ചിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകും. ആ മനുഷ്യനെ ഒന്നും സങ്കടപ്പെടുത്തരുത്. അതേപോലെ ജീവിതത്തിനകത്ത് ഒരു ഉപ്പ ഏറ്റവും കൂടുതൽ വിഡ്ഢിയാകുന്ന എപ്പോഴാണെന്നറിയോ? മക്കളുടെ മറവിക്ക് മുമ്പിലാണ്. അവർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാതെ നിങ്ങൾ മറന്നു പോകുമ്പോൾ ഉപ്പ ഒരു വിഡ്ഢിയായിപ്പോവും. ഉപ്പ ഏറ്റവും വലിയ മറവിയ മൗനായി വരുന്ന എപ്പോഴാണെന്നറിയോ? ഒരു മൗനിയായി വരും ഉപ്പ. എവിടെയാണെന്നറിയാമോ? അത് മക്കളുടെ മറവിക്ക് മുമ്പിലാണ് ഉപ്പ മൗനിയായി മാറുന്നത്. ചില ചെയ്തികൾ അവർക്ക് ചെയ്യണം, ചില മരുന്നുകൾ, ചില ചോദ്യങ്ങൾ, ചില അവരുടെ അംഗീകാരങ്ങൾ, ചില അനുഗ്രഹങ്ങൾ, ചില ആശീർവാദങ്ങൾ, അതെല്ലാം അവരോട് ചോദിക്കാതെ വരുമ്പോൾ അധികാരത്തിന്റെ ചെങ്കോലുകൾ നഷ്ടപ്പെട്ട ജരാനര ബാധിച്ച ഒരു ഉപ്പയാണ് ഞാൻ. എന്നോടൊന്നും മക്കൾക്ക് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് അവരെ കാര്യങ്ങളൊക്കെ ആയില്ലേ എന്ന് ആലോചിച്ച് വീടിന്റെ ഗൃഹാന്തരീക്ഷത്തിന്റെ ഇരുണ്ടിടനാഴിയിൽ ഒരു മൗനിയായ ഉപ്പ പരിണമിക്കപ്പെടും. ഒരിക്കലും ആ സാഹചര്യം നിങ്ങൾ കൊടുക്കരുത്. കാരണം ഒരു 80 വയസ്സ് ആയുസ് പറയുന്ന ഒരു മനുഷ്യ ആയുസിനകത്ത് ഒരു 75-76 വയസ്സാകുന്ന ഉപ്പയ്ക്കൊക്കെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, എൻ്റെ അമ്മയുടെ വയസ്സ് 74, ഞാൻ 6 വർഷം കൂടെ ജീവിച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ, 80 വയസ്സാണെങ്കിൽ. അപ്പം ഞാൻ ഈ 6 ഗുണിക്കണം 365 2190 ദിവസം എൻ്റെ അമ്മയുടെ കയ്യിലുള്ളൂ, മേരിക്കുട്ടിയുടെ കയ്യിലുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മ മേരിക്കുട്ടിക്ക് 2190 ദിവസമാണെങ്കിൽ അതിനകത്ത് പകുതി പകലും പകുതി രാത്രിയാണ്. പകുതി പകലും പകുതി രാത്രിയാണ്. അപ്പം 1000 ദിവസം എൻ്റെ അമ്മയുടെ കയ്യിലുള്ളൂ. ഒരു ഭാഗം കുഴഞ്ഞ് പാർശ്വം കുഴഞ്ഞു പോയ എൻ്റെ അമ്മ അങ്ങ് മലപ്പുറം ജില്ലയിൽ മമ്പാട് പുള്ളിപ്പാടം വാർഡിൽ 13-ാം നമ്പർ വീട്ടിനകത്ത് എൻ്റെ അമ്മ ഒറ്റയ്ക്കിരിക്കേണ്ടവളല്ല ഈ 1000 ദിവസം. ഞാൻ ഇന്ന് പാലക്കാട് യാത്ര, അല്ലെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് ഞാൻ സാജുവിനോട് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കൊരു സീറ്റ് വേണമെന്ന്. അവിടെ ഞാൻ പോകുന്ന വഴികളൊക്കെ അമ്മയെ കൂട്ടാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടങ്ങളിലേക്ക്, ആഘോഷങ്ങളിൽ, യാത്രകളിൽ, ബന്ധുക്കളെ കാണുന്ന ചടങ്ങുകളിൽ, ആശുപത്രി രോഗീ സന്ദർശനങ്ങളിൽ എല്ലാം പാർശ്വം എന്നുള്ളത് അമ്മയൊന്ന് കൂടെ കൂട്ടും. ഒരലങ്കാരമാണ്. അതൊരലങ്കാരം അമ്മ കൂടെ ഉണ്ടെങ്കിൽ. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റ് എൻ്റെ അമ്മയ്ക്കുള്ള സീറ്റാണ്. അമ്മയായിരിക്കുള്ള സീറ്റ്. അതുകൊണ്ട് മാതാപിതാക്കളെ ഒന്നും നിങ്ങൾ വേദനിപ്പിക്കരുത്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോടൊക്കെ എനിക്ക് ഉപദേശം പറയാനുണ്ട്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. എൻ്റെ ഉപദേശം എങ്ങനെയാണ്? മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, നിങ്ങൾ തോറ്റുപോകും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കണം. അവിടെയാണ് നിങ്ങൾ ജയിക്കുക. ഈ കാലഘട്ടത്തിലല്ല, ഒരിക്കലും മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് വേല ചെയ്യുന്നത് കണ്ട് നിങ്ങളുടെ മക്കൾ വളരുന്നിടത്താണ് അവർക്ക് നിങ്ങളൊരു റോൾ മോഡൽ ബ്രാൻഡ് അംബാസഡറായി തീരുക. അല്ലെങ്കിൽ നിങ്ങൾ ജീവിതം പരാജയപ്പെട്ടു. ആസ് ഫാർ ഐ ആം കൺസേൺ യു ആർ എ ബിഗ് സീറോ. നിങ്ങൾ വലിയ വട്ടപൂജയാവും. അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ മക്കളെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അവിശ്വസിക്കേണ്ടതും നിങ്ങളുടെ മക്കളെയാണ്. ഒരുപക്ഷെ നിങ്ങളൊരു ATM മെഷീനായി തീരാം. ഒരുപക്ഷെ മനോഹരമായി അവർ നിങ്ങളെ പറ്റിക്കാം. ഒരുപക്ഷെ അവർക്ക് നിങ്ങളുടെ ഏറ്റവും സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ
ആ സ്നേഹമൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു പേപ്പറിന്റെ കടലാസിൽ ഉമ്മ പൊറുക്കണം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചുകൊണ്ട് അവർ ഇറങ്ങിപ്പോകും. ആ ഇറങ്ങിപ്പോക്ക് 6 മാസത്തെ പരിചയത്തിന്റെ പിൻപിലുള്ള ഒരുവന്റെ കൂടെയായിരിക്കും. ഒരുപക്ഷെ 1 വർഷം മാത്രം പരിചയമുള്ള ഒരുവന്റെ കൂടെ ആയിരിക്കും. ഒരുപക്ഷെ 18 വർഷത്തെ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മകളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു കഷ്ണം പേപ്പറിൽ എഴുതി വെക്കും. ഉമ്മ പൊറുക്കണം, ഉപ്പ പൊറുക്കണം, എന്നെ ഇനി അന്വേഷിക്കണ്ട, ഞാൻ പോവുകയാണെന്ന്. എങ്ങനെ ധൈര്യം കിട്ടി കുഞ്ഞുങ്ങൾക്ക്? അങ്ങനെ ഇറങ്ങിപ്പോയ കുഞ്ഞുങ്ങളെല്ലാം ദീർഘസുമംഗലിയായി ഭവിക്കപ്പെട്ടിട്ടുണ്ടോ? നെവർ. പരാജയമാണ്, തീർത്തും പരാജയം. കാര്യം എന്താ? സമൂഹത്തിന്റെ ഇടങ്ങളിലേക്ക് ആ മാതാപിതാക്കളെ വേദനയിൽ തള്ളിയിട്ട് അവൾ എവിടെയാണ് സുഖലോഭത്തിന്റെ ഇടങ്ങളിലേക്ക് അവൾ പരിലസിക്കപ്പെടുക? ആവില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും ഉപ്പമാരെ ഒന്നും സങ്കടപ്പെടുത്തരുത്. ഈ ഉപ്പ കരയുന്നൊരു ദിവസം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ മക്കളെയൊക്കെ കല്യാണം കഴിക്കുന്ന ദിവസം ഉപ്പമാരെ ഏറ്റവും കൂടുതൽ പൊട്ടിപ്പോവുക. ആൾക്കൂട്ടങ്ങളിലൊക്കെ നിന്ന് ആ മനുഷ്യൻ കയ്യും കെട്ടി ഇങ്ങനെ ഒരു പെൺകുഞ്ഞെ ഇറക്കി വിടുമ്പോൾ ഇങ്ങനെ നിൽക്കും. സന്തോഷമാണെന്ന് നമ്മൾ വിചാരിക്കുക അല്ലേ? സന്തോഷമെന്ന് വിചാരിക്കും. ഉമ്മ കരയും, എല്ലാവരും കരയും. പക്ഷെ ഉപ്പ അങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ശ്വാസം പിടിച്ചിട്ട്. വേറെ വല്ല ബോഡി ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെ മാറ്റുക മനുഷ്യൻ. കൈയൊക്കെ ചുടക്ക് വിടും, അങ്ങോട്ടൊക്കെ നോക്കി നിൽക്കും. വെറുതെ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ പിടിക്കും, ഇങ്ങനെ ആന്നൊക്കെ പറയും. കാര്യം എന്താ? ആൾക്കൂട്ടങ്ങളിൽ ആ മനുഷ്യൻ ഓടി ഒളിക്കുകയാണ്. എന്നിട്ട് ഈ മകളില്ലാത്ത വീട്ടിൽ വൈകുന്നേര സമയമൊക്കെ ആകുമ്പോൾ ആരും കാണുകയല്ല. വീട്ടിൽ വല്ല മുറിക്കകത്തൊക്കെ ഒറ്റയ്ക്ക് കയറി വല്ല അപ്സ്റ്റെയറിന് മുകളിൽ കയറി ബാത്റൂമിനകത്ത് കഥകൊക്കെ കുറ്റിയിട്ടിട്ട് ആ മനുഷ്യൻ ആ മകളില്ലാത്ത, തൻ്റെ കുഞ്ഞുമകളില്ലാത്ത, കുഞ്ഞോളില്ലാത്ത വീട്ടിൽ ഏങ്ങലിടിച്ച് കരയും. അങ്ങനെയുള്ള ഉപ്പമാരെ സങ്കടപ്പെടുത്തരുത്. അങ്ങനെയുള്ള ഉപ്പമാരെ സങ്കടപ്പെടുത്തരുത്. ഉമ്മമാര് ഞാൻ എല്ലാ വേദിയിലും പറയുന്നതാണ്, സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും ഒക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മമാണ് ഉമ്മ. ഉമ്മനെ സങ്കടപ്പെടുത്തരുത്. തൊടിയിലെ വാടിക്കരിഞ്ഞ ചെടികൾക്കും കരിയാപ്പിലകൾക്കും ഒക്കെ വെള്ളം ഒടിച്ചു കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് പോലും ഇന്നുവരെയും കിട്ടാത്ത മകളുടെ പേരാണ് ഉമ്മ. ഉമ്മനെ സങ്കടപ്പെടുത്തരുത്. വിളമ്പി കൊടുത്ത് തനിക്ക് ചെയ്യാതെ വരുമ്പോ, മക്കളെ, അമ്മയ്ക്കത് ഇഷ്ടമല്ല മക്കളെ എന്ന് കള്ളം പറയുന്നവരുടെ പേരാണ് അമ്മ. ഞങ്ങൾ അമ്മമാരെ ഒന്നും സങ്കടപ്പെടുത്തരുത്. എന്റെയും നിന്റെയും വിഴുപ്പലക്കൻ വിധിക്കപ്പെട്ട സ്ത്രീ ജന്മത്തിന്റെ പേരാണ് ഉമ്മ. ഉമ്മമാരെ ഒന്നും സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസമാരാണ് ഉമ്മമാര്. ഞങ്ങൾ ഉമ്മമാരെ സങ്കടപ്പെടുത്തരുത്. തൊടിയിലെ വാടിക്കരിഞ്ഞ ചെടികൾക്കും കരിയാപ്പിലകൾക്കും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കർഷക ഋഷി പുരസ്കാരം ഇന്നുവരെയും കിട്ടാത്ത മകളുടെ പേരാണ് ഉമ്മ. ഞങ്ങൾ ഉമ്മമാരെ ഒന്നും സങ്കടപ്പെടുത്തരുത്. ഗൃഹാന്തരീക്ഷത്തിന്റെ ഇരുണ്ട നാടിയ ചൂടിനോടും ചാരത്തോടും ചുക്കലികളോടും പടവെട്ടി ചുക്കി ചുളിഞ്ഞു പോയ ഒരു പഴന്തുണി കഷ്ണത്തിന്റെ പേരാണ് ഉമ്മ. അങ്ങനെയുള്ള ഉമ്മമാരെ ഒന്നും സങ്കടപ്പെടുത്തരുത്. ഞാനും നിങ്ങളൊരു അണ്ണാകുഞ്ഞിനൊക്കെ പിടിച്ച് ബാല്യത്തില് വീടിന്റെ ഉമ്മറത്ത് ഇങ്ങനെ താലോലിക്കുമ്പോ ഉമ്മ പറയും, മോനെ മോളെ തുറന്നു വിടും മക്കളെ. അതിന്റെ തള്ള വന്ന് കരയുമെന്ന് പറയുന്നവളെ സങ്കടപ്പെടുത്തരുത്. നമ്മുടെ വരവൊന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവേദന അനുഭവിക്കുന്ന മാലാഖയുടെ പേരാണ് ഉമ്മ. ഞങ്ങൾ ഉമ്മമാരെ ഒന്നും സങ്കടപ്പെടുത്തരുത്. സ്നേഹിച്ചിട്ടില്ലെങ്കിലും നിന്ദിച്ചിട്ടില്ലെങ്കിലും തള്ളിപ്പറയാത്ത ഒരു വംശത്തിലാകട്ടെ നിങ്ങൾ അവരെ കാണേണ്ടതും കേൾക്കേണ്ടതും. ഒരുപക്ഷെ ഉമ്മയില്ലാത്തൊരു വീടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, ഉമ്മയില്ലാത്ത വീടേ അല്ല. ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി അവരെ ഒന്ന് ഹഗ് ചെയ്യുക, അവർക്ക് വേണ്ടി ഒരു പൂവെങ്കിലും മുറ്റത്തുനിന്ന് പറിച്ചെറുത്ത് കൊടുക്കുക. ഓത്യാസ് പറയുന്നുണ്ട്, മരണം പുലുകിയതിനു ശേഷം, മരണമേ, ഒരു കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരമ്മ പറയുകയാണ്, സാന്ദർഭമായിട്ട് പറയുകയാണ്, മകനെ, ജീവിച്ചിരുന്ന കാലത്തൊന്നുമേ തന്നതില്ലല്ലോ ഈ പൂക്കളൻ കരങ്ങളിൽ നീ. ജീവിച്ചിരുന്ന കാലത്തൊന്നുമേ പ്രാർത്ഥിച്ചതൊന്നും ഈ അമ്മ കേട്ടതില്ലല്ലോ. ആര് കാൺപത് നിൻ കണ്ണീർ വിലാപങ്ങൾ, ആര് കേൾപ്പത് നിൻ ജബൽബനങ്ങൾ. അമ്മ സാന്ദർഭമായിട്ട് പറയുക, ഇതൊന്നും ജീവിച്ചിരുന്ന സമയത്ത് നീ എനിക്ക് തന്നിട്ടില്ലല്ലോ മകനെ. ആരാ ഇപ്പൊ കാണാനുള്ളത്? നിന്റെ കണ്ണീർ വിലാപങ്ങൾ അമ്മ കാണുന്നില്ലല്ലോ. അമ്മ 6 മണ്ണിൽ നിദ്ര കൊള്ളുകയാണ് അല്ലേ? സ്വർഗത്തിലെ മാലാകമാര് പോലും പറയപ്പെടുന്നുണ്ട്,
അമ്മമാരുടെ സ്നേഹത്തെക്കുറിച്ച്. ഒരിക്കൽ കബർസ്ഥാനിൽ പോയിട്ട് മകൻ ഇങ്ങനെ ആർത്ത് കരയാണ് സന്ധ്യ നേരത്ത്. ഉമ്മ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇത്ര സങ്കടങ്ങളില്ലായിരുന്നു, പക്ഷെ നീ പോയതിനു ശേഷം ഞാൻ ഒറ്റപ്പെട്ടു പോയി തീർത്തും. എൻ്റെ സങ്കടങ്ങൾ പറയാൻ ആരുമില്ല, എനിക്കായി കാത്തിരിക്കാൻ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല എന്ന് മകൻ ഇങ്ങനെ ഉറക്ക കരയാണ് ഒരു കബർസ്ഥാനിൽ പോയെന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം തിരിഞ്ഞു വരുമ്പോൾ ഒരു മിസാങ്കല് തട്ടി കാലുടക്കി അദ്ദേഹം ആ കബർസ്ഥാനിലേക്ക് വീഴുന്നുണ്ട്. പെട്ടെന്ന് കബറിന്റെ അകത്തുനിന്ന് വലിയൊരു ആർത്ത നാളെ ഒച്ച കേട്ടു. പടച്ച റബ്ബേ, എനിക്ക് ഒരു നിമിഷത്തെ ജീവിതം തിരികെ തരുമോ? എൻ്റെ മകന്റെ കാലൊന്ന് ഞാൻ തിരുമ്മിക്കൊടുത്ത് തിരികെ ഇവിടെ വന്ന് കിടന്നോളാം. ഒരു നിമിഷ നേരം എനിക്കൊന്ന് സമയം തന്നാൽ മതി, അവന്റെ കാല് വേദനിച്ചിട്ടുണ്ടാവും. ഇത് കേട്ട് സ്വർഗത്തിലെ മലക്കുകൾ പറയുന്നുണ്ട്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസും അഫിയത്തും നാഥാ നീ നൽകണമേ. അതുകൊണ്ട് മാതാപിതാക്കളെ സങ്കടപ്പെടുത്തി ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ദ പ്രസന്റ് മൂമെന്റ് ഓഫ് ഇന്നബിറ്റബിൾ. ഈ നിമിഷത്തെ ജീവിക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. അവരെ ചേർത്ത് പിടിച്ച് ലഹരിയില്ലാത്ത നല്ല സംസ്കാരം ഉണ്ടാക്കാനായി, സമൂഹ പ്രതിബദ്ധതയുള്ള അയൽപക്കങ്ങളെ കാണാനും കേൾക്കാനും, ഒപ്പം പഠിക്കുന്നവരെ തിരിച്ചറിയാനും, അവൻ്റെ സങ്കടങ്ങളെ കേൾക്കാനും ഒക്കെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു രാശിയായി നമുക്കൊക്കെ വഴിമാറാം. ലഹരിക്കെതിരെ ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് പ്രാപ്തരാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫിലിപ്പ് അമ്പാടിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് ടീം വർക്കായിട്ട് മുമ്പോട്ട് പോകാം.